കർത്താവിൻ്റെ മുൻപദ്ധതിയിൽ ഉള്ള നിർണയപ്രകാരവും ഈ രാത്രി മുഖ്യ പ്രഭാഷണത്തിനും മിഷൻ ചലചനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അനുഗ്രഹീതനായ ദൈവദാസൻ പാസ്റ്റർ റോയി മാത്യു ബാംഗ്ലൂർ അവറുകളാണ്. ഈ കാലഘട്ടത്തിൽ കർത്താവ് ശക്തമായിട്ട് ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീത ദൈവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രത്യേകാൽ സ്പിരിച്വൽ യൂത്ത് മൂവ്മെൻറ്റുകളിൽ ഇന്നത്തെ നശിച്ചുകൊണ്ടിരിക്കുന്ന തലമുറയുടെ മധ്യത്തിൽ അവർക്കൊരു പ്രചോദനമായി തീരുവാൻ, അനേക തലമുറകളെ കർത്താവിന് വേണ്ടി ആദായപ്പെടുത്തുവാൻ ഈ നാളുകളിൽ ശക്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവവൃത്യൻ്റെ ആഗമനം ദൈവസഭയുടെ യുവതി യുവാക്കൾക്ക് പ്രിയപ്പെട്ടവർക്കൊക്കെ ഒരു പ്രചോദനമാകും എന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടെ ഇന്നു രാത്രിയിലെ മുഖ്യ പ്രഭാഷണത്തിനായിട്ട് കർത്താവിൽ അനുഗ്രഹീതനായ ദൈവദാസനെ ദൈവസഭയുടെ സ്റ്റേറ്റ് യൂത്ത് ആൻഡ് സൺഡേ സ്കൂൾ ക്യാമ്പിൻ്റെ ഈ വേദിയിലേക്ക് ആദരവോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മളെല്ലാവരുടെയും ഇരുകരങ്ങൾ അടിച്ച് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ റോയി മാത്യു ബാംഗ്ലൂർ. പ്രൈസ് ലോർഡ്. നമ്മുടെ കരങ്ങളെ ഉയർത്തി നമ്മുടെ കർത്താവിനെല്ലാം മഹത്വം അർപ്പിക്കാമോ? കർത്താവ് നൽകിയ ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിനായി എൻ്റെ ദൈവത്തിന് എല്ലാം മഹത്വം അർപ്പിക്കുന്നു. ഈ മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങിൽ വരുവാനും നിങ്ങളോട് ഒരുമിച്ചായിരിക്കാനും സർവകൃപാലുവായ ദൈവം എൻ്റെ ജീവിതത്തിലും ഇങ്ങനെ ഒരുക്കിയ നല്ല അവസരത്തിന് എൻ്റെ കർത്താവിനെല്ലാം മഹത്വം അർപ്പിക്കുന്നു. കർത്താവ് തന്ന ഈ വലിയ പ്രിവിലേജിനായി ദൈവത്തോട് നന്ദി പറയുക. ആദരണീയരായ കർത്താവിൻ്റെ ദാസന്മാർ, വേദിയിലിരിക്കുന്ന എല്ലാ ദൈവവൃത്യന്മാർ, വിശേഷാൽ ദൈവസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയ ജോസ് പാസ്റ്റർ, പ്രിയ കർത്താവിൻ്റെ ദാസൻ ജോമോൻ പാസ്റ്റർ, എല്ലാ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന അധ്യക്ഷനായിരിക്കുന്ന പ്രിയ കർത്താവിൻ്റെ ദാസന്മാർ, എല്ലാ ദൈവവൃത്യന്മാരെയും കർത്താവിൽ വന്ദനം ചെയ്യുന്നു. എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, പ്രത്യേകിച്ച് എന്നെ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ച പ്രിയ സജിത് പാസ്റ്റർ, YPയുടെ നേതൃത്വത്തിലുള്ള ദൈവവൃത്യന്മാർ, കുഞ്ഞുങ്ങൾ, നിങ്ങളെല്ലാവരോടും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുക. YPയുടെ യൂത്തിൻ്റെയും ഉള്ള പ്രധാനപ്പെട്ട മീറ്റിംഗ് ആണല്ലോ, സൺഡേ സ്കൂളിൻ്റെയും യൂത്തിൻ്റെയും എല്ലാം കൂടെ ചേർന്നൊരു മീറ്റിങ്ങിലാണല്ലോ. പ്രത്യേകിച്ച് ഈ മീറ്റിങ്ങിൽ വന്ന് കൂടുന്ന സമയത്ത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഇറ്റ്സ് ഗ്രേറ്റ് പ്രിവിലേജ്. ദൈവം എനിക്ക് എന്ന വലിയൊരു പ്രിവിലേജ്. ബ്രദർ ഷിജിനെയും കർത്താവിൽ വന്ദനം ചെയ്യുന്ന നല്ലൊരു സമയം ദൈവം നമുക്ക് തന്നല്ലോ. നമ്മുടെ മുമ്പിലുള്ള തുടർന്നുള്ള സമയം നമ്മൾ കർത്താവിൻ്റെ വചനത്തിൽ കൂടെ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പോകും. ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു തലമുറയുടെ നടുവിൽ, തകർന്നുകൊണ്ടിരിക്കുന്ന തലമുറയുടെ നടുവിൽ ദൈവം നമ്മളെ വിളിച്ചത് ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടിയാണ്. ദൈവിക ഉദ്ദേശത്തിനകത്തേക്ക് നാം കയറി നിൽക്കാമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഏതൊക്കെ മേഖലകളിൽ നമ്മൾ തകർന്നവരാണെങ്കിലും, ഏതൊക്കെ മേഖലകളിൽ നമ്മൾ ഉടഞ്ഞവരാണെങ്കിലും, ആ മേഖലകളിലെല്ലാം ദൈവത്തിന് നമ്മളെ പണിത് ഉയർത്താൻ വേണ്ടി പറ്റും. ഇന്ന് രാത്രിയിൽ നമുക്ക് നേരെ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം, അതിൻ്റെ 14-15 വാക്യങ്ങൾ നമ്മൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ധ്യാനിക്കാൻ വേണ്ടി എടുക്കാം. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം, അതിൻ്റെ 14-15 വാക്യങ്ങൾ. ആരെങ്കിലും വായിക്കാമോ? അല്ലെങ്കിൽ മൈക്കിൽ കൂടെ വായിക്കാൻ പറ്റുമെങ്കിൽ സന്തോഷമായിരുന്നു. അതിന് അവൻ, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് അരുളി ചെയ്തു. അടുത്ത വാക്യം, അവൻ അവനോട്, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ എന്ന് പറഞ്ഞു. ആ നല്ല വാക്യത്തിന് കരങ്ങൾ ഉയർത്തി നല്ലൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ഈ മോശ എന്ന് പറഞ്ഞ ഈ പിതാവിൻ്റെ ചരിത്രത്തിൽ കൂടെ, ഒരു ഗ്രേറ്റ് ലീഡറിൻ്റെ ചരിത്രത്തിൽ കൂടെ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. ഇസ്രായേൽ ജനത്തെ ദൈവം മിസ്രയീമിൽ നിന്ന് വിടുവിച്ച് അവരെ 430 സംവത്സരത്തെ അടിമത്തത്തിൽ നിന്ന് അവരെ പുറപ്പെടുവിച്ചു. ഇസ്രായേൽ ജനത്തെ ദൈവം പ്രോമിസ് ലാൻഡിലേക്ക്, കനാൻ ദേശത്തേക്ക് ദൈവം അവരെ കൊണ്ടുപോകുന്ന വഴിയിൽ ഏകദേശം 3-ാം മാസം എത്തിയപ്പോൾ ഇവർ സീനായി പർവ്വതത്തിൻ്റെ താഴ്വര വന്നു.
സീനായി പർവ്വതത്തിൻ്റെ താഴ്വര വരുന്ന സമയത്ത് ഏകദേശം 30 ലക്ഷം വരുന്ന ജനമുണ്ട് കേട്ടോ. മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയ ജനത്തെക്കുറിച്ച് അതിൻ്റെ കണക്ക് പറയുന്നത് 6 ലക്ഷം പുരുഷന്മാർ കാൽനടയായി പുറപ്പെട്ടു. പക്ഷെ സംഖ്യാപുസ്തകത്തിൽ വരുമ്പോഴത്തേക്കിന് അതിൻ്റെ കണക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 20 വയസ്സ് തൊട്ട് മുകളിലോട്ട് പ്രായമുള്ള യുദ്ധസന്നദ്ധരായിട്ടുള്ള പുരുഷന്മാരുടെ കണക്കാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. അത് ഏകദേശം 6,3550 പേരുണ്ടായിരുന്നു. പക്ഷേ 20 വയസ്സിന് മുകളിലോട്ടുള്ള പുരുഷന്മാർ തന്നെ അല്ലായിരുന്നു, സ്ത്രീകൾ, കുഞ്ഞുകുട്ടികൾ, പ്രായമുള്ളവരെല്ലാം കൂടെ ചേർന്ന് 30 ലക്ഷം വരുന്ന ജനത്തെ ദൈവം മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവരികയാണ്. അവിടെ നിന്നുകൊണ്ട് ഇവിടെ വരെ വരുന്നിടം വരെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള വഴിയിൽ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രൊവിഷൻസും എല്ലാ നന്മയും ദൈവം കരുതി. ഈ സ്ഥലത്ത് വന്ന ഇൻസിഡൻറ്റ് നമ്മളൊന്ന് കണ്ടിട്ട് പുറകിൽ നിന്ന് നമ്മൾ ചില കാര്യങ്ങൾ ആഴത്തിലൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ സ്ഥലത്ത് വന്നു. നിങ്ങൾ ഈ സ്ഥലങ്ങൾ, സ്റ്റേഷനുകൾ, ഇതെല്ലാം നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണേ. ഇവിടെ സ്റ്റേഷൻ, ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് സീനായി പർവ്വതത്തിൻ്റെ താഴ്വര. ഇവിടെ വന്നു, ഇവിടെ വെച്ച് ദൈവത്തിൻ്റെ എൻകൗണ്ടർ നടന്നു. മോശ മുകളിലോട്ട് കയറി ചെന്നു, മുകളിലോട്ട് 1-2 പ്രാവശ്യം കയറി ചെന്നു. പിന്നെ മോശ ദൈവത്തോട് കൂടെ ആയിരുന്നു. മോശ വരാൻ താമസിക്കുന്നുവെന്ന് കണ്ടപ്പം ഇസ്രയേൽ ജനം താഴ്വരയിൽ കാളക്കുട്ടി ഉണ്ടാക്കി. ഞാൻ ആ ചരിത്രത്തോട് വീണ്ടും വരാം. ഈ സമയത്ത് മോശയോട് ദൈവം മുകളിൽ, പർവ്വത മുകളിൽ ഇരുന്ന മോശയോട് ദൈവം പറഞ്ഞു, മോശെ നീ താഴോക്ക് ഇറങ്ങിച്ചെല്ല്. ഞാൻ ഇവിടുന്ന് വിടുവിച്ചുകൊണ്ട് വന്ന മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ജനം അവർ പാപം ചെയ്തു. മോശ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച ഒരു ഭയാനകമായ കാഴ്ചയാണ്. എന്തോ കാഴ്ച എന്നറിയാമോ? ഇത്രയും നാളും ഈ 3 മാസവും ഇവിടെ വരെ വരുന്നിടം വരെ അവരെ വിട്ടുമാറാതെ ഇരുന്ന ദൈവ സാന്നിധ്യം ഇപ്പോൾ അവിടെ ഇല്ല, ആ സ്ഥലത്തില്ല. മോശയ്ക്ക് കാര്യം പിടുത്തം കിട്ടി. ഈ 30 ലക്ഷം പേർക്ക് ഇതൊന്നും ഒരു ചിന്തയല്ല. ഈ 30 ലക്ഷം പേരുടെ ചിന്ത എന്തോന്നറിയാമോ? ദൈവസാന്നിധ്യം പോയതോ ദൈവസാന്നിധ്യം ഉണ്ടെന്നുള്ളതൊന്നും ഇവർക്കറിയത്തില്ല. ഇവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് എന്ത് കഴിക്കണം, എന്ത് കുടിക്കണം, അല്ലെങ്കിൽ എങ്ങനെ ഞങ്ങൾ പോകണം, ഞങ്ങൾ എവിടെ എത്തിച്ചേരും, ഇതൊക്കെയേ ഉള്ളൂ ഇസ്രായേൽ ജനത്തിൻ്റെ 30 ലക്ഷം പേരുടെ അകത്തുള്ള ചിന്ത. പക്ഷെ ഒരു പിതാവിൻ്റെ അകത്ത് ഒരു ചിന്ത വന്നു. എന്തുവെന്നറിയാമോ? ദൈവ സാന്നിധ്യമാ ജനത്തിൻ്റെ മുമ്പിലുള്ളത് ഏറ്റവും വലിയ പ്രാധാന്യതയുള്ളത്. ഈ ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് മറ്റാർക്കും ചിന്തയില്ലാതിരിക്കുമ്പം ഈ പിതാവ് വിടുന്നില്ല. ഈ പിതാവ് ദൈവത്തെ പിടിക്കാൻ തുടങ്ങി. ഞാൻ ദൈവത്തെ പിടിക്കുക എന്ന് പറഞ്ഞാൽ വേർഡിൻ്റെ അർത്ഥം ഇൻറ്റർസെഷൻ എന്നാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ മധ്യസ്ഥതയാണ്. ദൈവത്തോട് പറഞ്ഞ, കർത്താവേ ഞാൻ വിടത്തില്ല. എനിക്ക് എന്ത് കുടിക്കുമെന്നോ എന്ത് തിന്നുമെന്നോ എന്ത് ഉടുക്കുമെന്നോ എന്തുവാണെന്നോ എനിക്ക് പ്രശ്നമില്ല. എനിക്ക് ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി, അങ്ങയുടെ സാന്നിധ്യം. ഒന്ന് പറഞ്ഞേ ദൈവമക്കളെ, അങ്ങയുടെ സാന്നിധ്യം എൻ്റെ കൂടെ വരുമോ ഇല്ലയോ എന്ന് പറ. ഈ തലമുറയിൽ അനേക യൗവനക്കാരനെ കേൾക്കുന്നുണ്ട്, മാതാപിതാക്കൾ, ദൈവദാസന്മാർ കേൾക്കുന്നുണ്ട്. ഈ ദൈവദാസന്മാരായ ഞങ്ങളെല്ലാം നിങ്ങളോട് ഒരു ശബ്ദത്തെ വിളിച്ചു പറയാം, ഈ തലമുറയിലും ദൈവസാന്നിധ്യത്തിന് കൊതിയുള്ള നീ ഉണ്ടെങ്കിൽ, ദൈവസാന്നിധ്യത്തിന് കൊതിയുള്ള നിന്നെ ദൈവം അടുത്ത ലെവലുകൾ കാണിച്ചിരിക്കും. ഓ, വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ആ കരങ്ങൾ ഉയർത്തി. ഒരു പിതാവിന് മാത്രം ആഗ്രഹം ദൈവസാന്നിധ്യം. ആ പിതാവ് ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നമുക്കൊന്ന് ചിന്തിച്ചിട്ട് വരാം. ഈ മോശ എന്ന് പറഞ്ഞ പിതാവിന് അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണോ, കഴിവില്ലാത്തത് കൊണ്ടാണോ? ആരെ പറഞ്ഞ കഴിവില്ലെന്ന്? വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണോ? ഒന്ന് നോക്കാം. ഇദ്ദേഹം ആരായിരുന്നു? മിസ്രൈമിലെ ഫറവോന്റെ പുത്രിയുടെ മകൻ. മിസ്രൈമിൽ കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല വിദ്യാഭ്യാസം രാജകുമാരന്മാർക്ക് കിട്ടും. ആ വിദ്യാഭ്യാസം മൊത്തം കിട്ടിയവൻ, യുദ്ധതന്ത്രം പഠിച്ചവൻ, യുദ്ധാഭ്യാസം പഠിച്ചവൻ, ഏറ്റവും നല്ല സയൻസ് അറിയാവുന്നവൻ, ഏറ്റവും നല്ല എല്ലാ അഭ്യാസങ്ങളും. എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യത, മിസ്രൈമിലെ സകല വിദ്യകളാലും നിപുണനായിരുന്നു. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞും കൂടെ വന്നേ, മിസ്രൈമിലെ സകല വിദ്യകളാലും നിപുണനായിരുന്നു. ഇതുപോലെ കഴിവുണ്ടായിരുന്ന വ്യക്തി തനിക്ക് വേണമെങ്കിൽ ചോദിക്കാം, കർത്താവേ എനിക്ക് ഈ 30 ലക്ഷം പേരെ കൊണ്ടുപോകാൻ അത്രയും ക്വാളിറ്റിയുള്ള ലീഡർഷിപ്പ് ഉണ്ട്, എനിക്ക് മിസ്രൈമിലെ സൈന്യാധിപനായിട്ടുള്ള ട്രെയിനിങ് കിട്ടിയ എനിക്കൊരു 1000 കുതിരയെ തന്നാൽ മതി, ഞാൻ കൊണ്ടുപോയിക്കോളാം. അങ്ങ് പറയുന്ന ദേശത്ത് ഞാൻ കൊണ്ടുപോയിക്കോളാം. എനിക്കല്ലെങ്കിൽ കുറേ പട്ടാളക്കാരെ തന്നാൽ മതി,
ഞാൻ ഇവരെ അങ്ങ് പറയുന്ന ദേശത്ത് കൊണ്ടുപോകാം. പക്ഷെ മോശ എന്ന് പറഞ്ഞ പിതാവ് ഇതൊന്നുമല്ല ചോദിച്ചേ. ദൈവമക്കൾ എൻ്റെ കൂടെ ഉണ്ടോ? മോശ എന്ന് പറഞ്ഞ പിതാവ് ചോദിച്ച ഒറ്റ കാര്യമാണ്, അങ്ങ്. കേൾക്കുന്നുണ്ടോ ദൈവജനമേ? അങ്ങ് എൻ്റെ കൂടെ വരുമോ? ഈ തലമുറയിൽ ദൈവ സാന്നിധ്യത്തിന് കൊതിയുള്ള ദൈവമക്കൾക്കായി ദൈവ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഏത് കൊടിയ മരുഭൂമി സ്വർഗമായി തീരും. ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നീ കടന്നു പോകുന്ന മേഖലകളിൽ എത്ര വലിയ ശക്തികൾ നിന്റെ നേരെ എഴുന്നേറ്റ് വന്നാലും നമുക്കൊന്ന് മുമ്പിലോട്ട് പോകാം. എന്നെ ദൈവം വിളിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ദൈവവചനം പഠിപ്പിക്കുക. ഞാൻ ഒത്തിരി ശബ്ദം എടുക്കാറില്ല, പൊതുവെ ഓൾറെഡി ശബ്ദം പോയി കിടക്കുക, ശബ്ദം എടുക്കാറില്ല. സാവധാനത്തിൽ നിന്ന് ദൈവവചന ആഴത്തിൽ പഠിപ്പിക്കുക. ദൈവവചനത്തിനകത്തൂടെ ഭയങ്കര വിടുതൽ നടക്കും. ഇന്ന് രാത്രിയിലും വിടുതൽ നടക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വാസത്താൽ വിളിച്ചു പറയുക, നിങ്ങൾക്ക് മാത്രമല്ല ഈ പട്ടണത്തിന് വിടുതലാകട്ടെ, ഈ ദേശത്തിന് വിടുതലാകട്ടെ. ദൈവസഭയുടെ മീതെ ദൈവം വെച്ചിരിക്കുന്ന അടുത്ത ശ്രേഷ്ഠകരമായ പദ്ധതിയിലേക്ക്, അല്ലെങ്കിൽ അടുത്ത ദൈവസഭയുടെ കുഞ്ഞുങ്ങളെ ദൈവം കരം പിടിച്ചുയർത്തുന്ന അടുത്ത ചില മണിക്കൂറുകളാക്കി ദൈവം നിന്നെ മാറ്റട്ടെ. നമുക്ക് നോക്കാം, ഈ മോശ എന്ന് പറഞ്ഞ പിതാവിന് എന്തുവായി ദൈവസാന്നിധ്യത്തെക്കുറിച്ച് ഇത്ര വലിയ ചിന്ത? മറ്റാർക്കും ഇല്ലല്ലോ ഈ ചിന്ത. ദൈവസാന്നിധ്യത്തെക്കുറിച്ച് ഇത്ര വലിയ ചിന്ത എന്തുവാ? ഇദ്ദേഹത്തിൻ്റെ ജനനം തൊട്ടൊന്ന് നോക്കണം. ദൈവസാന്നിധ്യത്തെ ഇദ്ദേഹം അറിഞ്ഞത്, ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം ദൈവജനമേ, ദൈവസാന്നിധ്യത്തെ ഈ മോശ അറിഞ്ഞത് 80-ാമത്തെ വയസ്സിലാണ് കേട്ടോ. 80-ാമത്തെ വയസ്സിൽ ഇതേ പർവ്വതത്തിൻ്റെ മറ്റൊരു മുനമ്പ ഹോരേബ് എന്ന് പറയുന്നത്, ഇപ്പം വന്ന് നിൽക്കുന്നത് എവിടെയാ? സീനായി പർവ്വത നിരകൾ കേട്ടോ. അതിൻ്റെ മറ്റൊരു മുനമ്പാണ് ഹോരേബ് എന്ന് പറഞ്ഞത്. ഈ ഹോരേബിൽ കത്തുന്ന മുൾപ്പടപ്പിൻ്റെ ചെടിയുടെ അകത്തൂടെ ദൈവസാന്നിധ്യം ഇറങ്ങി വന്നപ്പോഴാണ് അവിടെ വെച്ച മോശ ദൈവസാന്നിധ്യവുമായിട്ടൊന്ന് കൂട്ടിമുട്ടുന്നത്, ദൈവസാന്നിധ്യത്തെ അറിയുന്നത്. പക്ഷേ മോശയെ ദൈവം അറിഞ്ഞത് ഇവിടെ വെച്ചല്ല, അവൻ്റെ ജനനം തൊട്ട്. ഇതിനകത്തും ഈ തലമുറയിൽ ദൈവസാന്നിധ്യം വഹിക്കേണ്ടിയവനെ, ഓ മൈ ഗാഡ്, ഈ തലമുറയിൽ ദൈവസാന്നിധ്യം ചുമക്കേണ്ട ചിലതിനെ ദൈവം കണ്ടിട്ടുണ്ട് കേട്ടോ. ആ കണ്ട തലമുറ ഇതിനകത്ത് വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. ഇന്ന് രാത്രി ദൈവം ചില അഭിഷേകത്തിൻ്റെ കൈമാറ്റം ചില ദൈവമക്കളുടെ മീതെ പകരട്ടെ. ഓ മൈ ഗാഡ്, നമുക്ക് മോശയുടെ ജനനം തൊട്ട് നോക്കാം. ഇസ്രായേൽ ജനത്തിൻ്റെ അടിമത്തം ഏകദേശം 350 വർഷം എത്താറായി. അടിമത്തം 350 വർഷം. ദൈവം അബ്രഹാമിനോട് പറഞ്ഞേ കേട്ടോ, മോശയുടെ തലമുറ എന്ന് പറയുന്നത് 4-ാമത്തെ തലമുറയാണ്. ഇതിൻ്റെ തലമുറ പുറകിലോട്ട് നോക്കിയാൽ നമുക്ക് യാക്കോബ് തൊട്ട്, അല്ലെങ്കിൽ ഗോത്രപിതാക്കന്മാർ തൊട്ട് നോക്കിയാൽ, ഗോത്രപിതാക്കന്മാരുടെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ ഗോത്രപിതാക്കന്മാരുടെ കൂട്ടത്തിൽ ജോസഫ് ഇല്ല, എന്നാലും ജോസഫ് മരിച്ച വയസ്സ് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, 110 വയസ്സ്. മോശയുടെ ജോസഫിൻ്റെ പിതാവ് യാക്കോബ് 147 മരിച്ചു. യാക്കോബിൻ്റെ പിതാവ് ആരാ? ഇസഹാക്ക്. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു വന്ന ദൈവജനമേ, യാക്കോബിൻ്റെ പിതാവ് ആരാ? ഇസഹാക്ക്. ഇസഹാക്ക് 175 മരിച്ചു, 180 മരിച്ചു. ഇസഹാക്കിൻ്റെ പിതാവ് അബ്രഹാം. അബ്രഹാം 175 മരിച്ചു. അബ്രഹാമിന് 85-ാമത്തെ വയസ്സിൽ അബ്രഹാം ഒരു കവനന്റ് ചെയ്യുന്ന സമയത്ത് ദൈവം പറഞ്ഞതാ, 85-ാമത്തെ വയസ്സിൽ. അബ്രഹാമിന് അന്ന് കുഞ്ഞുങ്ങളുണ്ടോ? കുഞ്ഞുങ്ങളില്ല. ആ സമയത്ത് ഉൽപ്പത്തി 15 കിടപ്പുണ്ട്. അന്ന് ദൈവം പറഞ്ഞ, നിങ്ങളിത് മനസ്സിലാക്കണം, മോശ 4-ാമത്തെ തലമുറയാ. 4 തലമുറ പുറകിൽ ഗോത്രപിതാക്കന്മാർ, അതിൻ്റെ പുറകിൽ യാക്കോബ്, അതിൻ്റെ പുറകിൽ ഇസഹാക്ക്, അതിൻ്റെ പുറകിൽ അബ്രഹാം. അബ്രഹാമിൻ്റെ 85-ാമത്തെ വയസ്സിൽ ദൈവം പറഞ്ഞു, കവനന്റ് ചെയ്തപ്പം ഉൽപ്പത്തി 15 നീയും നിന്റെ സന്തതികൾ നീ അറിയാത്ത ദേശത്ത് 400 സംവത്സരക്കാലം പ്രവാസികളായിരുന്ന് ആ ദേശക്കാരെ സേവിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. നിങ്ങൾ ഓർക്കണേ, കുഞ്ഞുങ്ങളില്ല അന്നേരം, 85-ാമത്തെ വയസ്സിൽ. അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. ഞാൻ അവരെ ബഹുസമ്പത്തോടുകൂടെ പുറത്തെടുക്കും. 4-ാം തലമുറക്കാരെ ഞാൻ തിരിച്ചു വിളിക്കും. അവരുടെ അമോര്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല. എൻ്റെ ദൈവമേ, ആ വേർഡുകളൊന്ന് ആഴത്തി പഠിക്കണം. തലമുറ ആയിട്ടില്ല, കുഞ്ഞു ജനിച്ചിട്ടില്ല. കുഞ്ഞു ജനിക്കുന്നതിനെക്കാട്ടിലും മുമ്പേ കൊച്ചുമകൻ്റെ ഭാവി സെറ്റ് ചെയ്ത ദൈവം. ഓ മൈ ഗാഡ്, ഇന്ന് രാത്രി ചിലതിൻ്റെ അകത്ത് ഈ ഭാവി സെറ്റ് ചെയ്യുന്ന ദൈവത്തിൻ്റെ കരം.
ഇന്ന് രാത്രി ദൈവസഭയുടെ മീതെ, എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളുടെ മീതെ, അബ്രഹാമിന് കുഞ്ഞ് ജനിച്ചിട്ടില്ല, പക്ഷെ തലമുറകൾക്ക് നടക്കേണ്ടിയ വിടുതൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ ദൈവത്തിന് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി മാത്രമല്ല, ജനിക്കുന്നതിന് മുമ്പേ തന്നെ അവനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ദൈവം. യെരമ്യാവിനോട് വന്നൊരിക്കൽ ദൈവം പറഞ്ഞു, യെരമ്യാവേ, നീ ബാലനെന്ന് നീ പറയരുത്, നിന്റെ അമ്മയുടെ ഉദരത്തിൽ. മൈ ജീസസ്. ദൈവജനമേ, നിങ്ങളെ ഞാൻ എൻകറേജ് ചെയ്യുക, എല്ലാ ദൈവജനത്തെയും ഞാൻ എൻകറേജ് ചെയ്യുക. എൻ്റെ കൂടെ നിങ്ങൾ വാക്യം ഒന്ന് പറഞ്ഞു വരാമെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾ എൻ്റെ മീറ്റിങ്ങുകൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഞാൻ മാക്സിമം ദൈവമക്കളുടെ കൂടെ ഇൻട്രാക്ട് ചെയ്ത് സംസാരിക്കുന്നത്. കാരണം ദൈവജനം വാക്യം ഉരുവിട്. ഞങ്ങൾ പ്രസംഗിക്കുക, ദൈവദാസന്മാർ പ്രസംഗിക്കുമ്പം നിങ്ങൾ കേൾക്കുക മാത്രമല്ല, ആ ജീവൻ്റെ വചനം നമ്മുടെ നാവ് കൊണ്ട് നമുക്കൊക്കെ പറയാം. ആ ജീവൻ്റെ വചനം പറഞ്ഞാൽ ആ വചനം അയച്ച പ്രവൃത്തികൾ തികയ്ക്കാതെ തിരികെ വരികയില്ല. വിശ്വസിക്കുന്ന ദൈവമക്കളൊന്ന് കൽപ്പിച്ചേ, വിശ്വസിക്കുന്ന ദൈവമക്കളൊന്ന് കൽപ്പിച്ചേ. ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഈ സാന്നിധ്യത്തിൻ്റെ അകത്തൂടൊന്ന് പറഞ്ഞേ, ജീവൻ്റെ വചനം ഒന്ന് ഉരുവിട്ടേ. എൻ്റെ കർത്താവിൻ്റെ വചനം അയച്ച പ്രവൃത്തികൾ തികയ്ക്കാതെ. തലമുറയുടെ ഭാവി അബ്രഹാമിനോട് ഇത് പറഞ്ഞതാ. ഓക്കെ, മോശ വന്നു, നമുക്കൊന്ന് നോക്കാം. അടിമത്തം 4 തലമുറ അധികം അബ്രഹാമിനോട് പറഞ്ഞേ. 4-ാം തലമുറ എത്തി. പക്ഷെ 4-ാം തലമുറ എത്തുന്നത് 350-ാം വർഷം എത്തുമ്പോഴാണ്. അടിമത്തത്തിൻ്റെ 350-ാം വർഷം കേട്ടോ, അടിമത്തത്തിന് 350-ാം വർഷം എത്തുന്ന സമയത്ത് ഈ ഫറവോന് മനസ്സിലായി, ഈ ഫറവോനെ നിയന്ത്രിച്ചിരുന്നത് പൈശാചിക ശക്തിയാണ്. അവൻ ബഹുദൈവ വിശ്വാസിയായിരുന്നു. അവൻ്റെ ഈ ദൈവജനത്തിൻ്റെ വിടുതലാകുമെന്ന് പറയുമ്പോണ്ടല്ലോ, ചില കെട്ടുകൾ മുറുകും. ആരുമില്ലാത്ത, എവിടുന്നില്ലാത്ത പ്രശ്നം വരും. അന്നോർത്തോ നിന്റെ വിടുതലിൻ്റെ സമയമായിരിക്കുക. ഇവൻ ആദ്യമേ ഒരു നിയമം ഇറക്കി, ഫറവോൻ. എന്തോ നിയമം എന്നറിയാമോ? ഇവന് കണ്ടിട്ട് സഹിക്കുന്നില്ല ദൈവജനം വളരുന്നത്, ദൈവജനം വർദ്ധിക്കും. ഇവൻ പീഡിപ്പിക്കാൻ തോന്നും തോറും, പീഡിപ്പിക്കും തോറും എന്തോ സംഭവിക്കുന്നേ? വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇവൻ ആദ്യം ഒരു കാര്യം ചെയ്യും. ഇവൻ ആദ്യം ചെയ്തത്, ഈ കുഞ്ഞുങ്ങളെ മൊത്തം, ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ മൊത്തം കൊന്നുകളയാൻ സൂതകർമ്മിണികളെ അപ്പോയിന്റ് ചെയ്തു. പക്ഷെ സൂതകർമ്മിണികൾ ദൈവത്തെ ഭയപ്പെട്ടതുകൊണ്ട് കേട്ടോ, അവിടെ ആ ജനത്തെ, കുഞ്ഞുങ്ങളെ ദൈവം വിടുവിച്ചു. അവൻ്റെ 1-ാമത്തെ പദ്ധതി പാളിപ്പോയി. ഓ, കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞേ. ദൈവവചനത്തോട് റെസ്പോണ്ട് ചെയ്തേ ചില പദ്ധതികൾ നമുക്കെതിരെയും ഉള്ളത് ഇന്ന് രാത്രി ക്യാൻസൽ ആകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ആകട്ടെ. ദേശത്ത് വ്യാപരിക്കുന്ന അന്ധകാരത്തിൻ്റെ വ്യാപാരങ്ങൾ, ദൈവസഭയ്ക്കെതിരെ ഒരുക്കുന്ന, ആത്മമണ്ഡലത്തിൽ ഒരുക്കുന്ന എല്ലാ കുരുക്കുകളും കെണികളും യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ആകട്ടെ. ദൈവസഭ മുൻപോട്ട് കുതിക്കട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. അവൻ്റെ ആദ്യത്തെ പദ്ധതി പാളിപ്പോയി. സൂതകർമ്മിണികളുടെ കയ്യിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ചു. അവൻ 2-ാമത് കൊണ്ടുവന്ന് അടുത്ത പണി, ജനിക്കുന്ന കുഞ്ഞുങ്ങളെ മൊത്തം നൈലിന് കൊടുത്തേക്കാൻ. അല്ലേ, ഇങ്ങനെ നിയമം എഴുതി. മോശ ജനിക്കുന്നതിന് മുമ്പേ നിയമമുണ്ട്. ജനിക്കുന്ന ആൺകുഞ്ഞാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ കുഞ്ഞിനെ നൈലിന് കൊടുക്കണം. നിങ്ങൾക്കറിയാം, നൈൽ ഇവിടുത്തെ ദേവതയായിരുന്നു. ഈ ദേവതയ്ക്ക് കൊടുത്തേക്കാൻ, കുരുതി കൊടുത്തേക്കാൻ എന്ന് തീരുമാനം എടുത്തിരിക്കുക. ഇസ്രായേലിൻ്റെ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ കാണാം, ഇനി ഒരു കുഞ്ഞ് ജനിക്കണമെന്ന് ഒരു യഹൂദൻ്റെ വീട്ടിലും, എനിവേ അടിമയാണ്, ഇവർക്ക് ആർക്കും ഒരു ആഗ്രഹമില്ല, ഒരു കുഞ്ഞ് ജനിക്കണമെന്ന് ആഗ്രഹമില്ല. അതുകൊണ്ട് ഇവർ വിവാഹം പോലും പലരും കഴിക്കാതായി. കാരണം അഥവാ വിവാഹം കഴിച്ചാൽ, അഥവാ ഒരു കുഞ്ഞ് ജനിച്ചാൽ, ആ കുഞ്ഞ് ആൺകുഞ്ഞായി പോയാൽ എന്ത് ചെയ്യണം? ആരെങ്കിലും മാതാപിതാക്കൾ ചെയ്യുമോ? അതുകൊണ്ട് വിവാഹം പോലും കഴിക്കാൻ താല്പര്യമില്ലാത്ത സമയത്ത് നിങ്ങൾ പുറപ്പാട് 2 നോക്കണം. ദൈവത്തിൻ്റെ നിയോഗം ഒരു ലേവ്യ പുരുഷൻ്റെ മേൽ വന്നു. ദൈവത്തിൻ്റെ സമയമെത്തി, ഒരു ലേവ്യ പുരുഷൻ പോയി. ആ നിയമം നിലനിൽക്കുമ്പോൾ തന്നെ, പറയപ്പെട്ട അല്ലെ എഴുതപ്പെട്ട നിയമമല്ല, ഈ പറയപ്പെടാത്ത നിയമം നിൽക്കുമ്പോൾ തന്നെ ഒരു ലേവ്യ പുരുഷൻ പോയി ഒരു ലേവ്യ കന്യകയെ പരിഗ്രഹിച്ചു. അവർക്കൊരു കുഞ്ഞ് ജനിച്ചു. അവൻ്റെ ആ കുഞ്ഞാണ് മോശ എന്ന പേര് വീണിട്ടില്ല. ആ കുഞ്ഞ് ജനിച്ചു. ഞാൻ ചരിത്രം ഒന്ന് പറഞ്ഞു വരട്ടെ. ഈ കുഞ്ഞിനെ 3 മാസക്കാലം അപ്പൻ്റെ വീട്ടിൽ ഒളിപ്പിച്ച് താമസിപ്പിച്ചെന്നാണ് ബൈബിൾ പറയുന്നത്. ഒളിപ്പിച്ച് താമസിച്ചു. പക്ഷെ ഈ കുഞ്ഞിനൊരു പ്രത്യേകത. ഈ കുഞ്ഞിനെ കാണുമ്പോൾ ഇവന് ബൈബിളിൽ പുറപ്പാട് പുസ്തകത്തിൽ എഴുതിയേക്കുന്നത് കുഞ്ഞ് സൗന്ദര്യമുള്ളവനായിരുന്നു. പുതിയ നിയമത്തിൽ എഴുതി വെച്ചേക്കുന്ന വേട് കുഞ്ഞ് ദിവ്യസുന്ദരനായിരുന്നു കേട്ടോ. പഴയ നിയമത്തിൽ എഴുതി വെച്ചേക്കുന്ന കുഞ്ഞ് അങ്ങനെ
സൗന്ദര്യമുള്ളവനാ. പക്ഷെ പുതിയ നിയമത്തിൽ എഴുതി വെച്ചത് എന്തുവാ? കുഞ്ഞ് ദിവ്യസുന്ദരൻ. എന്തുവാ വേർഡിൻ്റെ അർത്ഥമെന്ന് ഞാൻ പറയാം. ഈ കുഞ്ഞിനെ നോക്കുമ്പോൾ ഇവൻ്റെ ഫേസിൽ അറിയാം ഇവൻ സാധാരണപ്പെട്ട കുഞ്ഞല്ല. ഇവൻ ഏതോ ദൈവത്തിൻ്റെ നിയോഗപ്രകാരം ജനിച്ചവനാ. ഈ കുഞ്ഞിനെ ഇവർ കൊല്ലാതെ 3 മാസം ആൺകുഞ്ഞ ഒളിപ്പിച്ചു വെച്ച് കഴിഞ്ഞിട്ട്, ഞാൻ ചുരുക്കത്തിൽ ഓടിച്ചു പറയട്ടെ, ഈ കുഞ്ഞിനെ മാതാപിതാക്കളുടെ ലൈഫും കൂടെ ത്രട്ടണാകുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവനും കൂടെ കേടാ. ഈ കുഞ്ഞിനെ മാതാപിതാക്കൾ മനസ്സോടെ ഒരു ഞാങ്ങണപ്പെട്ടകം ഉണ്ടാക്കി കരഞ്ഞോണ്ടായിരിക്കാൻ നൈലിന് കൊടുക്കാൻ പോവാ. അവരുടെ കയ്യിൽ നിന്ന് എല്ലാ നിയന്ത്രണവും പോകാൻ പോവാ. നൈലിൽ വീണ് കഴിഞ്ഞാൽ നൈലിലെ വെള്ളം ഈ കൊച്ചിനെ മുക്കിക്കളയുമോ, നൈലിലെ ജീവികൾ തിന്നുകളയുമോ, പല ആകുലതകൾ ഈ മാതാപിതാക്കളുടെ ചിന്തയിലുണ്ട്. ഈ കുഞ്ഞിനെ, വിളിയുള്ളവനെ, സൗന്ദര്യമുള്ളവനെ, ഞാൻ ആ സൗന്ദര്യമുള്ള വേർഡൊന്ന് പറഞ്ഞു വരട്ടെ. ആ സൗന്ദര്യം എന്നുള്ള വേർഡിന് അർത്ഥം എന്തോന്നറിയാമോ? ഇവൻ്റെ മുഖത്ത് നോക്കാലറിയാം തേജസ് അവൻ്റെ മുഖത്തുണ്ട്. കാരണം അവൻ ദൈവത്തെ കണ്ടത് 80-ാം വയസ്സിലാണ്, പക്ഷെ ദൈവം അവനെ കണ്ടത്. മനസ്സിലാകുന്നവരുടെ ഉണ്ടോ? വിളിയുള്ളവന് നേരെ പ്രതിസന്ധികൾ ഇളകി വരാം, വിളിയുള്ളവന് നേരെ പ്രതികൂലങ്ങൾ ഇളകി വരാം. നിങ്ങൾ ഒരുപക്ഷെ കർത്താവിനെ കണ്ട് ദൈവസഭയ്ക്കകത്ത് കയറിയത് 40-ാമത്തെ വയസ്സിലായിരിക്കാം, 80-ാമത്തെ വയസ്സിലായിരിക്കാം, പക്ഷെ തമ്പുരാൻ നമ്മെ കണ്ടത്. ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവജനത്തോട് ഞാൻ വിളിച്ചു പറയുക, ദൈവത്തെ നമ്മൾ കണ്ടത് ഒരു വയസ്സിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ്, പക്ഷെ ദൈവം നമ്മളെ കണ്ടത് അന്നല്ല. നീ ഓൾട്ടർ കോൾ കൊടുക്കുമ്പോൾ, ആ ദൈവവൃത്യൻ പാട്ട് പാടിയപ്പോൾ ഓൾട്ടർ കോൾ കൊടുക്കുമ്പോൾ കരം പിടിച്ചുയർത്തി വന്നപ്പോഴാണ് നീ യേശുവിനെ കണ്ടത്. പക്ഷെ കർത്താവ് നിന്നെ കണ്ടത് നിന്റെ അമ്മയുടെ ഉദരത്തിൽ. വിളിയുള്ളവനെ അല്ലേ? അഹരോൻ ജനിച്ചപ്പം പ്രശ്നമില്ലായിരുന്നു, വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. മിറിയാൻ ജനിച്ചപ്പം വലിയ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ വിളിയുള്ളവൻ ജനിച്ചപ്പം ഈ കൊച്ചിനെ തണ്ട് കൊടുക്കാൻ പോവാ. അമ്മ കരങ്ങൾ ഉയർത്തി കരഞ്ഞോണ്ടൊക്കെ ഭർത്താവിനോട് പറഞ്ഞു കാണും. അവസാന ചുംബനവും കൊടുത്തിട്ട് കൊച്ചിനെ നൈലിലേക്ക് വിടുക. കഴിഞ്ഞു, ഈ കൊച്ചിന് തകർന്നു പോകുമോ? നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ, വിളിയുള്ളവനെ നൈലിലേക്ക് കൊടുത്തു. മാതാപിതാക്കളുടെ നിയന്ത്രണം കഴിഞ്ഞു. അപ്പനും അമ്മയും ഓർത്തു ഇനി ഒരിക്കലും രക്ഷപ്പെടത്തില്ല എന്നാ വിചാരിച്ച്. പക്ഷെ വിളിയുള്ളവൻ്റെ മുകളിൽ നിന്ന് മാതാപിതാക്കളുടെ നിയന്ത്രണവും പാസ്റ്റേഴ്സിൻ്റെ നിയന്ത്രണവും ഒക്കെ പോകാൻ കുഞ്ഞെ. പക്ഷെ നിന്റെ മേൽ വിളി കിടപ്പുണ്ടെങ്കിൽ അന്നേരമാ ദൈവം നിന്റെ മേലെ. നൈലിലെ വെള്ളത്തിലേക്ക് കൊച്ചങ്ങോട്ട് മുങ്ങി, നൈൽ ഒഴുക്കാൻ തുടങ്ങി. അങ്ങോട്ട് ഒഴുക്കാൻ തുടങ്ങിയപ്പോഴാ ദൂരെ കൊട്ടാരത്തിലിരുന്ന ഫറവോന്റെ പുത്രിയുടെ ചിന്തയ്ക്കകത്ത് തമ്പുരാൻ പറഞ്ഞു കൊടുത്തു, നീ ഇന്ന് കുളിക്കേണ്ടിയത് സ്വിമ്മിംഗ് പൂളിലല്ല, കൊട്ടാരത്തിലെ സ്വിമ്മിംഗ് പൂളിലല്ല നീ കുളിക്കേണ്ടിയത്. നീ ഇന്ന് കുളിക്കേണ്ടിയത് ഈ ശവമൊഴുകുന്ന കടവിലാണ് കുളിക്കേണ്ടിയേ. ഏതെങ്കിലും മാന്യരായ ആൾക്കാർ ശവമൊഴുകുന്ന നദിയിൽ വരുമോ? ഈ മകൾക്ക് അറിയത്തില്ലേ 100 കണക്കിന് കുഞ്ഞുങ്ങളുടെ ശവമൊഴുകുന്ന നദിയാണെന്ന് ഈ മകൾക്ക് അറിയാം. പക്ഷെ അന്നേരം ആരവളെ അവിടെ കൊണ്ടുവന്നു? മനസ്സിലാകുന്ന ദൈവമക്കളുണ്ടോ ഇതിനകത്ത്? അല്ലെ, വിളിയുള്ളവനെ ദൈവം അകത്ത് കയറ്റേണ്ട സമയമായി. ഈ രാത്രിയിൽ യേശുവിൻ്റെ നാമത്തിൽ ഇതുപോലെ ചില ദൈവമക്കളുടെ മീതെ സംഭവിക്കട്ടെ. നിന്നെ മുക്കാൻ വരുന്ന പ്രതിസന്ധി നിന്റെ അടുത്ത ചവിട്ടുപടിയാക്കി മാറ്റുന്ന ദൈവം. നൈലിന്റെ വെള്ളം ഒഴുക്കി നിന്നെ ഒരു സ്ഥലത്തും കൊണ്ടുപോകത്തില്ല. നിന്നെ കൂട്ടിമുട്ടിക്കേണ്ട കടവിൽ ഫറവോന്റെ പുത്രിയുമായിട്ട് കൊണ്ടുവരുന്നുണ്ട് ദൈവം, കൊണ്ടുവരുന്നുണ്ട്. ദൈവ സാന്നിധ്യം ഈ തലമുറയെ ചുമക്കേണ്ടിയ മോശേ, ഈ രാത്രി ദൈവത്തോട് പ്രതികരിക്കുക. നിങ്ങളുടെ ജീവിതത്തിലും ഈ വിളിയുള്ള ദൈവജനം, വിളിയുള്ള കുഞ്ഞേ, വിളിയുള്ള കുഞ്ഞേ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനോട് നീ പ്രതികരിക്കുന്ന രാത്രിയായി തീര്. നീ ദൈവത്തെ അറിഞ്ഞത് 80-ാം വയസ്സിലോ? പക്ഷെ പല അപകടങ്ങളിൽ നിന്ന് നിന്നെ വിടുവിച്ചത്, പല അനർത്ഥങ്ങളിൽ നിന്ന് നിന്നെ വിടുവിച്ചത് ഈ നൈല് കൊച്ചിനെ ഒഴുകിക്കൊണ്ട് പോയി. നിങ്ങൾ ദൈവമക്കളോ ദൈവജനവും ചിന്തിച്ചു നോക്കിക്കേ.
ഏതെങ്കിലും മാന്യരായ വ്യക്തികൾ ഈ കടവിൽ, ശവം ഒഴുകുന്ന കടവിൽ കുളിക്കാൻ വരുമോ ദൈവമക്കളെ? ആരെങ്കിലും വരുമോ? അന്നേരം ഈ സ്ത്രീയെ, ഈ മകളെ ആരവിടെ കൊണ്ടുവന്നു? എടാ, വിളിയുള്ളവൻ്റെ മേലിൽ മാതാപിതാവിന് നിയന്ത്രണം പാം. പക്ഷെ തമ്പുരാൻ്റെ കൈ ചലിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. തമ്പുരാൻ്റെ കൈ ചലിക്കാൻ. ഈ കൊച്ചിനെ കടവിൽ കൊണ്ടുപോയി കൂട്ടിമുട്ടിച്ചു. കൊച്ചിനെ ഈ സ്ത്രീ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു. ജന്മം കൊടുത്ത അപ്പനും അമ്മയല്ല പേരിട്ടെ. ആര് പേരിട്ടു? ഈ ഫറവോൻ്റെ പുത്രി പേരിട്ടു. ഞാൻ ചുരുക്കം അവിടെ നിന്ന് ഓടി വരട്ടെ. ഈ ഫറവോൻ്റെ പുത്രി കുഞ്ഞിനെ കൊണ്ടുവന്ന് കൊട്ടാരത്തിൻ്റെ ചെലവിൽ വളർത്തി. ഇവന് 40 വയസ്സ് വരെ കൊട്ടാരം കൊടുക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും കൊടുത്ത് ഇവനെ വളർത്തി. 40 വയസ്സെത്തി. മോശയ്ക്ക് ഭയങ്കര ഡിറ്റർമിനേഷനാണ്. ദൈവമക്കൾ ശ്രദ്ധിച്ചു കാണേ, ഭയങ്കര മെൻ്റൽ പവറാണ് മോശയ്ക്ക്. ഇതെല്ലാം മോശയ്ക്ക് കിട്ടാൻ പറ്റുന്ന എല്ലാം കിട്ടി. 40ാമത്തെ വയസ്സെത്തിയപ്പോൾ ഞാൻ പ്രത്യേകിച്ച് യൗവനക്കാരുടെ കൂടെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെൻ്റെ ഉള്ളിൽ പറയണമെന്നുണ്ട്. പക്ഷേ സമയം പോകുന്നതുകൊണ്ട് ഞാൻ ഈ വായിച്ച വാക്കിൽ തന്നെ നിൽക്കട്ടെ. ഒരമ്മ യഹൂദൻ്റെ ചരിത്രപ്രകാരം വളർത്തേണ്ടിയ പ്രായം 5 വയസ്സ് വരെയാണ്. കണ്ടോ, യഹൂദൻ്റെ ചരിത്രപ്രകാരം ഒരമ്മ കുഞ്ഞിനെ വളർത്തേണ്ടിയ പ്രായം 5 വയസ്സ് വരെയാണ്. അടുത്ത 6ാം വയസ്സ് തൊട്ട് 12ാമത്തെ വയസ്സ് വരെയാണ് രണ്ടാമത്തെ ടീച്ചറായ അപ്പൻ, പിതാവ് വളർത്തേണ്ടിയത്. 13 വയസ്സ് വരെ മാതാപിതാക്കൾ വളർത്തിയിട്ട് വേണം യഹൂദൻ്റെ, അല്ലെങ്കിൽ അവർക്ക് ദൈവം കൊടുത്ത നിയമപ്രകാരം പിന്നീടാണ് അവരെ ആ കുഞ്ഞിനെ കൊണ്ട് ദേവാലയത്തിൽ കൊണ്ടുവന്ന് റബ്ബിമാരുടെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിക്കേണ്ടത്. അതാ സിസ്റ്റമാണ് ലൂക്കോസ് 2 പറഞ്ഞിരിക്കുന്നത്. യേശു കർത്താവ് 12 വയസ്സ് കഴിഞ്ഞപ്പോൾ എവിടെ വന്നു? ആലയത്തിൽ വന്നു. ആ സെറിമണിക്ക് വിളിക്കുന്ന പേര് ബാർ മിസുവ എന്ന ഹീബ്രു വേർഡിൽ വിളിക്കുന്നത്. പോട്ടെ, ഈ കുഞ്ഞിനെ അമ്മ വളർത്തി. എത്ര വയസ്സ് വരെ കൂടിപ്പോയാൽ പാല് കൊടുത്തെന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പാല് കൊടുത്തു. ഇവനെ കൊണ്ടുവന്ന് കൊട്ടാരത്തിൽ കൊണ്ട് വിട്ടു. 40ാമത്തെ വയസ്സിലും തൻ്റെ സഹോദരന്മാരെ തല്ലുമ്പോൾ വേദന എടുത്തത് ആർക്കാ? മനസ്സിലാവുന്നുണ്ടോ? ഒരു മിസ്രൈമ്യൻ ഒരു ഇസ്രയേലിനെ തല്ലുന്ന കണ്ടപ്പോൾ ആർക്ക് വേദന എടുത്തു? അമ്മ വളർത്തേണ്ടിയതുപോലെ വളർത്തിയാൽ കൊട്ടാരത്തിൽ എത്രയൊക്കെ മിന്നുന്ന കാര്യം കണ്ടാലും നിന്റെ അകത്ത് കയറത്തില്ല. ഇന്നിവിടെ ഇരിക്കുന്ന യൗവനക്കാരോട് ഞാൻ പറയുക, ദൈവത്തിൻ്റെ വചനം നിന്റെ ഉള്ളിൽ കയറിയാൽ കൊട്ടാരത്തിൻ്റെ മിന്നുന്നതൊന്നും നിന്റെ ഹൃദയത്തെ ചഞ്ചലിപ്പിക്കത്തില്ല. ഈ രാത്രി ദൈവസഭയിലുള്ള വൈപ്പിയിലുള്ള പ്രിയ കുഞ്ഞെ, നിന്റെ അകത്ത് ജീവന്റെ വചനം കയറട്ടെ. ഉലകമിളകി മറിഞ്ഞാൽ വചനമുള്ളവനെ ജയിക്കാൻ പറ്റുകയില്ല. ഈ രാത്രി വിശ്വസിക്കുന്ന ദൈവജനം ഡിക്ലെയർ സാത്താൻ വന്നാലും വചനത്താൽ ജയിക്കുന്ന ഒരു തലമുറ. മടങ്ങി വരാം. ഈ കൊച്ചു 40 വയസ്സ് വരെ മോശ വളർന്നു. മോശയ്ക്ക് കിട്ടാൻ പറ്റുന്ന എല്ലാ വിദ്യാഭ്യാസവും കിട്ടി. ഓടി വരട്ടെ. സഹോദരന്മാരെ അടിക്കുന്നത് കണ്ട് വേദന എടുത്തു. എന്തോ ഡിറ്റർമിനേഷൻ ആണെന്നറിയാമോ? അങ്ങോട്ട് ചെന്നു. ആ മിസ്രൈമിനിട്ട് ഒറ്റ അടി കൊടുത്തു. അവനെ ഒറ്റയടിക്കാൻ താഴെ പോയി. എന്നിട്ട് മോശ ഓടിപ്പോയില്ല. നമ്മുടെ ഇവിടെ പുനലൂർ എവിടെയോ ഒരു പയ്യനെ എന്തോ അടിച്ചത്, വഴക്കുണ്ടാക്കിയപ്പോൾ അടിച്ചിട്ട് അവനെ മരിച്ചെന്നറിഞ്ഞപ്പോൾ അവനെ എടുത്തിട്ടിട്ട് അവർ ഓടിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ മോശ ഓടിയില്ല. മോശ അവിടെ അവൻ ഡിറ്റർമിനേഷൻ കേട്ടോണം. കാരണം ഭയങ്കര ദൈവവചനം എന്ന് പറഞ്ഞാൽ ആഴത്തിലുള്ള ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. അവനെ കുഴിയെടുത്ത് കുഴിച്ചിട്ട് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവനെ അടക്കി കുരിശും വെച്ച് കൈ സാനിറ്റൈസർ ചെയ്ത് മാസ്കും വെച്ചുകൊണ്ട് പുള്ളി കൂളായിട്ടാണ് വീട്ടിൽ പോയത് അല്ലേ? പുള്ളിക്ക് ഒരു ചഞ്ചലം ഇല്ലായിരുന്നു. പിറ്റേ ദിവസം ഇറങ്ങി വന്നപ്പോഴാണ് ദൈവം 2 ഇസ്രായേൽ തമ്മിൽ അടിയുണ്ടാക്കുന്നു. കാര്യം പാട്ടായെന്നറിഞ്ഞു. ഫറവോൻ ഇത് അറിഞ്ഞെന്നറിഞ്ഞു. മോശ അവിടെ നിന്ന് ഒരൊറ്റ ഓട്ടം ഓടി. മോശ ഓടിയെന്നല്ല പറയേണ്ടിയേ, ദൈവം മോശ ഓടിച്ചു. കാരണം ഈ ഭാഗങ്ങൾ ഭയങ്കര ഗംഭീരമാണ്. മോശ കൊട്ടാരത്തിൽ വളർന്ന മോശ. കുഞ്ഞുങ്ങൾ ഒത്തിരി പേര് എന്നെ കേൾക്കുന്നുണ്ടല്ലോ, യൗവനക്കാർ, നിങ്ങളുടെ ഭാഷയിലും കൂടെ പറയട്ടെ. കൊട്ടാരത്തിൽ വളർന്ന മോശയ്ക്ക് അപ്പുറത്തെ രാജാവിൻ്റെ ഫോട്ടോയൊക്കെ ഫേസ്ബുക്കെങ്കിലും കണ്ടു കാണത്തില്ലേ? ഇൻസ്റ്റാഗ്രാമിലെങ്കിലും കണ്ടു കാണത്തില്ലേ? അവൻ പരിചയം കാണത്തില്ലേ? ഈ ഫറവോൻ്റെ ശത്രു ആരാ? ഈ ഫറവോൻ്റെ മിത്രമാരാ? എവിടെ പോയാൽ എനിക്ക് ജയിക്കാം, അല്ലെ എവിടെ പോയാൽ എനിക്ക് അഭയം കിട്ടും? പണ്ടൊരിക്കൽ ദാവീദ് ആഖീശിനെ അഭയം ചൊല്ലി പോയതുപോലെ ശത്രു രാജ്യത്ത് ഇതെല്ലാം മോശയ്ക്കും അറിയാം. പക്ഷെ മോശയുടെ വഴി ദൈവം മുൻപും അടച്ചു,
പിൻപും അടച്ചു. ദൈവം നേരെ ഓടിച്ചത് മിദ്യാനിലേക്ക് ഓടിച്ചു. മിദ്യാൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സൗദിയിലേക്കാണ്. ചുട്ടുകൊള്ളുന്ന മരുഭൂമിയിലേക്ക് ഓടിച്ചു. അവിടെ ചെന്നിട്ട് കുറേ ആടിനെയും ഇത്രോവിൻ്റെ ആടിനെയും കിട്ടി. അവിടെ ഒരു കല്യാണം കഴിച്ചു. പുള്ളിക്കാരൻ ആടിനെയും തീറ്റിക്കൊണ്ട് ഈ മരുഭൂമിക്കൂടെ നടക്കുക. ഒരു വഴിക്ക് എല്ലും അവിടുത്തെ പച്ചപ്പുല്ല് കഴിയുമ്പോൾ അടുത്ത സ്ഥലത്തിൽ ഇങ്ങനെ പുള്ളി മരുഭൂമിക്ക് നടക്കുക. എന്തുകൊണ്ടാണ് ഇവൻ ഈ മോശനെ ഇവിടെ കൊണ്ടുവന്നതെന്നറിയാമോ? ഒരിക്കൽ പരിശുദ്ധാത്മാവ് അവനോട് പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ, ഈ മോശയ്ക്ക് വേണമെങ്കിൽ കൊട്ടാരത്തിൽ വേറെ ഏതെങ്കിലും കൊട്ടാരത്തിൽ കയറുകയോ വേറെ ഏതെങ്കിലും ഫറവോന്റെയോ രാജാക്കന്മാരുടെ ആരുടെയെങ്കിലും മകളെ കല്യാണം കഴിച്ചോ അവിടെ പോയി താമസിക്കാം. പക്ഷെ അവൻ്റെ മുൻപും പിൻപും ഞാൻ അടച്ചത് എന്തിനാണെന്നറിയാമോ? ഇന്ന് രാത്രി ചില ദൈവമക്കളുടെ ക്വസ്റ്റ്യൻ ഇതിന് ആൻസർ ആകട്ടെ. എന്തിനാണെന്നറിയാം? ദൈവം എന്നോട് പറഞ്ഞതാ, ഈ മിദ്യാനില സീനായി എൻ്റെ പർവ്വതമുള്ളത്, ഈ മിദ്യാനില ഹോരേബുള്ളത്, വാക്തത്വമുള്ള ജനത്തെ അവിടുന്ന് വിടുവിച്ചുകൊണ്ട് ഈ വഴിക്കൂടെ എനിക്ക് കൊണ്ടുപോയി പ്രോമിസ് ലാൻഡിൽ എത്തേണ്ടത്. ഈ വഴി മോശയ്ക്ക് മുൻപേ ഒന്ന് പരിചയമാകേണ്ടതിന് അവനെ ഇഷ്ടപ്പെട്ട വഴിയിൽ ദൈവം അയച്ചില്ല. പല ദൈവമക്കളെ നിന്നെ ഇഷ്ടപ്പെട്ട ജോലിക്ക് വിടാഞ്ഞ ദൈവത്തിന് സ്തോത്രം പറയാൻ പറ്റുമോ? നീ ഇഷ്ടപ്പെട്ട വഴിയിൽ നിന്നെ വിടാഞ്ഞതിന് സ്തോത്രം പറയാൻ പറ്റുമോ? നിന്നെ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക്, രാജ്യത്തേക്ക് അയക്കാതിരുന്നതിന്. അല്ലേ? മോശ നേരെ വരുന്നത് മിദ്യാനി കിടന്ന് കറങ്ങുക. ഇപ്പം 80 വയസ്സായി. അടിമത്തത്തിൻ്റെ കണക്കുകളൊക്കെ ഒന്ന് പറയണമെന്നുണ്ട്. എത്രാം വർഷത്തിലാണ് മോശ ജനിച്ചതെന്നറിയാമോ? അടിമത്തത്തിൻ്റെ 350 വർഷമാണ് മോശ ജനിച്ചത്. അടിമത്തത്തിൻ്റെ 350. 40 വർഷം കൊട്ടാരത്തിൽ. ഇപ്പം എത്ര ആയി കാണും അടിമത്തം? എൻ്റെ കൂടെ ഒന്ന് പറയാമോ ദൈവജനം? അടിമത്തത്തിൻ്റെ 350 വർഷമാണ് മോശ ജനിച്ചത്. 40 വർഷം കൊട്ടാരത്തിൽ. ഇപ്പം അടിമത്തം എത്ര വർഷമായി? 390. അടുത്ത 40 വർഷം മിദ്യാനിൽ. ഇപ്പം അടിമത്തം എത്ര വർഷമായി? 430. 430 വർഷമായി. പുറപ്പാട് 3 കയറുക. പുറപ്പാട് 3 വരുമ്പോൾ മോശ ഒരിക്കൽ തൻ്റെ ഹൃദയത്തിനകത്തൊരാഗ്രഹം, മരുഭൂമിക്കപ്പുറം ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ ഒന്ന് പോകണം. ഞാൻ അതിൻ്റെ ചരിത്രങ്ങൾ ഒത്തിരി പറയാം. നേരെ ഹോരേബിലോട്ട് കയറി ചെല്ലുക. ഹോരേബിലോട്ട് കയറി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഇന്നു വരെ താൻ കണ്ടിട്ടുള്ളതിനെക്കാട്ടിലും വ്യത്യസ്തമായൊരു കാഴ്ച. ഒരു മുൾപ്പണർപ്പിൽ തീ പിടിച്ചു നിൽക്കുന്നു. പക്ഷേ ഇതൊന്നും മോശയെ അത്ഭുതപ്പെടുത്തിയില്ല. എന്താ കാണണമെന്നറിയാമോ? യുദ്ധമറിയാവുന്ന മോശ എന്തുമാത്രം തീ കണ്ടു കാണും? യുദ്ധമറിയാവുന്ന മോശ, മിസ്രൈമിലെ സകല യുദ്ധങ്ങളാലും യുദ്ധാഭ്യാസവും പഠിച്ച മോശ എന്തുമാത്രം തീ കാണും? പക്ഷെ മോശയെ അതിശയിച്ച് എന്തുവാ കാര്യമെന്ന് ഞാൻ പറയാം. മിസ്രൈമിൽ കണ്ട തീയെല്ലാം കത്തി ഒരു വസ്തുവിനെ ചാമ്പലാക്കുക. പക്ഷെ ഈ തീയുടെ പ്രത്യേകത, ഇത് വെന്തുപോകാതെ നിന്ന് കത്തുന്ന തീ. ഇതെന്തെന്നറിയേണ്ടതിന് മോശ അടുക്കലോട്ട് ചെല്ലുമ്പോൾ ഇന്നു വരെ താൻ ഓർത്തു, ഫറവോൻ്റെ CBIയും ഫറവോൻ്റെ ആൾക്കാരും ഒന്നും എന്നെ കാണത്തില്ല, അവരെ കാണാതെ ഒളിച്ചോടി ഇവിടെ വന്ന് ഇത്രോയിൻ്റെ കൂടെ താമസിക്കുന്നത്. പക്ഷെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ എന്താ, തീയുടെ നടുവിൽ നിന്ന് മോശയുടെ പേര് പറഞ്ഞ് വിളിക്കുന്നു. മോശേ മോശേ. മോശയുടെ പേര് മാത്രമല്ല, മോശയുടെ പിതാക്കന്മാരുടെ പേര് പറയാൻ തുടങ്ങി. ഞാൻ നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാ. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പടിച്ചു കളക. മോശ ഞെട്ടിപ്പോയി. എന്താ കാണാന്നറിയാമോ? ഫറവോന്റെ കണ്ണു വെട്ടിക്കാം, ഫറവോന്റെ പട്ടാളത്തിന്റെ കണ്ണു വെട്ടിക്കാം, അഗ്നിജാലയ്ക്കകത്തുള്ളവന്റെ കണ്ണു വെട്ടിക്കാൻ. ലോകത്തിൽ ഇന്ന് രാത്രി ആ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ദൈവത്തോട് നന്ദി പറഞ്ഞ്, ദൂരവേ നമ്മുടെ ഹൃദയങ്ങൾ അറിയുന്ന ദൈവം, ദൂരവേ നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ദൈവം. നിന്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു കളഞ്ഞു. മോശയോട് ചോദിച്ചു. മോശയോട് പറയുന്ന മറുപടി, മോശയോട് സംസാരിക്കുക, ഞാൻ എൻ്റെ ജനമായ ഇസ്രായേൽ ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി ഞാനിപ്പോൾ ഇറങ്ങി വന്നിരിക്കുക. ഞാൻ അവിടുന്ന് പറയട്ടെ, ഇപ്പം മോശമുള്ളത് ഏത് സ്ഥലത്താണെന്നറിയാമോ? മിദ്യാൻ എന്ന് വെച്ചാൽ ഇന്നത്തെ സൗദിയ. മിദ്യാൻ കേട്ടോ, ഇന്നത്തെ സൗദിയ. ഈ സ്ഥലത്തുള്ള ഇസ്രായേൽ ജനം എവിടെയാണ് ഉള്ളത്? ഇസ്രായേൽ ജനം ഉള്ളത് ഈജിപ്തിൽ, മൈലുകൾ ദൂരം അപ്പുറം. ദൈവജനം എൻ്റെ കൂടെ ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാമോ? അറേബ്യയില മിദ്യാൻ, സൗദി അറേബ്യയിലാണ് ഉള്ളത്. പക്ഷേ ജനം എവിടെ കിടക്കുന്നേ? ഒന്ന് പറഞ്ഞ ദൈവമക്കളെ, ഈജിപ്തിൽ കിടക്കുക. ദൈവം പറയുക, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു. ആകയാൽ അവരെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്റെ അടുക്കൽ ഇറങ്ങി വന്നേക്കുക, സൗദിയിൽ ഇറങ്ങി വന്നേക്കുക.
എവിടാ ജനം കിടന്ന് കരയുന്നേ? നമ്മുടെ ആൾക്കാരാണ്, നമ്മുടെ പിള്ളേരാണ് ചോദിച്ചേനെ, കർത്താവേ ഇവിടെ ആടിനെയും തീറ്റി മര്യാദയ്ക്ക് ജീവിക്കുന്ന എൻ്റെ അടുക്കൽ എന്തിനാ വന്ന് എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നേ? കർത്താവിന് വിടുവിക്കണേ, അങ്ങോട്ടങ്ങ് പോയാൽ പോരായിരുന്നു, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ? കർത്താവിനുള്ള മറുപടി ഇതാ, എടാ വിളിയുള്ളത് നിന്നെയാ. വിളിയുള്ള നീ എവിടെ പോയാലും നിന്നെ തമ്പുരാൻ പിടിച്ചിരിക്കും. ഇത് ചില ദൈവമക്കളുടെ മീതെ സംഭവിക്കട്ടെ. ഇത് ഈ തലമുറയിൽ വിളിയുള്ള മോശേ, ഈ തലമുറയിൽ വിളിയുള്ള ദൈവ പൈതലേ, നീ എവിടൊക്കെ പോയാലും ചില ജനം കടന്ന് കരയുമ്പോൾ ദൈവം അങ്ങോട്ടല്ല പോന്നേ. മൈലുകൾ ദൂരം. ഒരു പക്ഷേ ഇന്ന് രാത്രി ഓൺലൈനിൽ കൂടെ കേൾക്കുന്ന ദൈവ പൈതലായിരിക്കാം. നിന്നെ ഭാരത സുശേഷീകരണത്തിന് ദൈവം കണ്ടതാണെങ്കിൽ നീ മൈലുകൾക്കപ്പുറം നീ കിടന്നാലും തമ്പുരാന്റെ ശബ്ദം നിന്നോട് ഇന്ന് രാത്രി ഇടപെടുകയാ. നിന്നെ ദൈവം ഒരു കൂട്ടം ജനത്തിന്റെ വിടുതലായി തമ്പുരാൻ നിന്നെ വീണ്ടും ചില സ്ഥലങ്ങളിലേക്ക്, പട്ടണങ്ങളിലേക്ക് അയക്കട്ടെ. എൻ്റെ ജനത്തിൻ്റെ നിലവിളി കേട്ട് ഞാൻ നിന്റെ അടുക്കൽ ഇറങ്ങി വരും. ആകയാൽ നീ പോവാ. ഈ മോശയ്ക്ക് പോകാൻ പേടിയാ. ചുരുക്കത്തിൽ പറയട്ടെ, മോശക്ക് പോകാൻ പേടിയായതുകൊണ്ട് മോശയോട് പറഞ്ഞു, കർത്താവേ അവരെന്നോട് അവിടെ ചെല്ലുമ്പോൾ എന്ത് ചോദിക്കും, അങ്ങ് ആരാ എന്നെ അയച്ച പേര് പറ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞു. മോശയോട് അടുത്ത ദൈവം പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന എന്തുവാ? ശ്രദ്ധിച്ച് കേൾക്കണേ, നിന്റെ കയ്യിലിരിക്കുന്ന എന്തുവാ? ഒരു വടി. അത് നിലത്തേക്കിട്. വടി നിലത്ത് വീണപ്പം എന്തുവായി തീർന്നു? ഒന്ന് പറഞ്ഞേ ദൈവമക്കൾ എൻ്റെ കൂടെ. ദൈവവചനം നമ്മൾ കേൾക്കുകയല്ലേ. എന്തായി തീർന്നു? പാമ്പായി തീർന്നു. മോശ ഇതിനെ കണ്ട് ഓടാൻ തുടങ്ങിയപ്പോൾ ദൈവം പറഞ്ഞു, ഓടണ്ട, നീ അതിൻ്റെ വാലെ പിടിച്ചെടുക്കുക. വാലെ പിടിച്ചെടുത്താൽ എന്തായി തീരും? വടിയായി തീരും. ശ്രദ്ധിച്ച് കേട്ടെ, അഥവാ മോശ അത് കേൾക്കാതെ തലയെ പിടിച്ചെടുത്തായിരുന്നെ ആര് വടിയായനെ അല്ലേ? ഇപ്പം ശ്രദ്ധിച്ച് കേൾക്കണേ. മോശയോട് പറഞ്ഞു വാലെ പിടിച്ചെടുക്കും, വടിയായി. ഈ വടിയാകാനും വടി പാമ്പാകാനും എത്ര സമയമെടുത്തു? സെക്കൻഡുകൾ. ദൈവമക്കൾ ശ്രദ്ധിച്ച് കേൾക്കണേ, എത്ര സമയമെടുത്തു? സെക്കൻഡുകൾ. ഒന്ന് പറഞ്ഞു, എത്ര സമയമെടുത്തു? സെക്കൻഡുകൾ. അടുത്ത ദൈവം പറഞ്ഞു, നിന്റെ കൈ നിന്റെ മാർവിടത്തിലേക്കിട്. കൈ മാർവിടത്തിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ എന്തോ ആയി തീർന്നു? കുഷ്ഠം. വീണ്ടും മാർവിടത്തിലേക്ക് ഇടാൻ പറഞ്ഞു. ഈ കുഷ്ഠം പോകാൻ എത്ര സമയം എടുത്തു? സെക്കൻഡുകൾ. അടുത്തത്. എന്നിട്ട് മോശയ്ക്ക് പോകാൻ പേടിയാ. മോശ അടുത്ത ന്യായം കണ്ടുപിടിച്ചു. കർത്താവേ, എനിക്കൊരു പ്രശ്നമുണ്ട്. എനിക്കുള്ള പ്രശ്നം എന്തോന്നറിയാം കർത്താവേ? എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല, ഞാൻ വിക്കന. മോശ അവിടെ പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് പഠിക്കണം. കർത്താവേ, അങ്ങയോട് ഞാൻ മുൻപിലത്തെ പോലെ സംസാരിച്ചതിന് ശേഷവും എൻ്റെ നാവിൻ്റെ കെട്ട് ഇപ്പോഴും പൊട്ടിയിട്ടില്ലല്ലോ. ഞാൻ സൃഷ്ടിതാവിനോട് കണ്ടിട്ടും സൃഷ്ടിതാവിനോട് ഞാൻ ഇടപെട്ടിട്ടും എൻ്റെ ബലഹീനത പോയിട്ടില്ലല്ലോ. ഞാൻ ഇപ്പോഴും വീണ്ടും വിക്കനാണല്ലോ. അവിടെ പറഞ്ഞ ദൈവം അങ്ങനെ കോപിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം കോപിച്ചിട്ട് ചോദിച്ചു, എടാ ഊമനെയും ചെകിടനെയും വിക്കനെയും ആരാ സൃഷ്ടിച്ചേ? ബൈബിൾ അടുത്ത വേർഡ്, ഞാൻ നിൻ്റെ നാവോടുകൂടെ ഇരിക്കാം. ഞാൻ ആ വേർഡ് ദൈവവചനം ശ്രദ്ധിച്ചു കാണും. എൻ്റെ അകത്ത് കർത്താവ് ഇരുമ്പെടുത്താണി കൊണ്ട് എഴുതുന്ന പോലെ എഴുതിയതാ. ഒരിക്കൽ പരിശുദ്ധമ്മനോട് പറഞ്ഞതാ, നോക്കിയേ, ഞാൻ നിൻ്റെ നാവോടുകൂടെ ഇരിക്കാം. ഞാൻ നിൻ്റെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിൻ്റെ നാവോടുകൂടെ ഇരിക്കാമെന്നും ദൈവം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ഉള്ളിൽ ചില ചിന്തകൾ കർത്താവിനോട് പകരാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, കർത്താവേ, കർത്താവ് തന്നെ എന്നെ പഠിപ്പിച്ചതാ. ഈ മോശ ദൈവത്തോട് പറഞ്ഞല്ലോ, കർത്താവേ ഞാൻ വിക്കനാ, തടിച്ച നാവുള്ളവനാന്ന് പറഞ്ഞല്ലോ. എന്നിട്ടും കർത്താവ് ഇത് കേട്ടിട്ടും എന്താ ഇത് പൊട്ടിക്കാനേ? കർത്താവ് ഈ കെട്ട് പൊട്ടിച്ചില്ലല്ലോ. 120-ാമത്തെ വയസ്സിൽ താൻ മരിക്കുമ്പോഴും ഈ നാവിൻ്റെ ബന്ധനം പൊട്ടിയതായിട്ട് ബൈബിളിൽ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ വിക്കനുണ്ടല്ലോ, വിക്കി പറഞ്ഞാൽ 30 ലക്ഷം എണ്ണത്തിൻ്റെ കെട്ട്, 430 സംവത്സരത്തിൻ്റെ കെട്ട്, 30 ലക്ഷം എണ്ണത്തിൻ്റെ കെട്ട് ഈ വിക്കം പറയുമ്പോൾ പൊട്ടിയിരിക്കും. അവരുടെ കെട്ട് പൊട്ടും. പക്ഷെ സ്വന്തം നാവിൻ്റെ കെട്ട് പൊട്ടിയോ? പൊട്ടിയിട്ടില്ല. 120-ാമത്തെ വയസ്സിൽ മരിക്കുന്നിടം വരെ പൊട്ടിയിട്ടില്ല. കർത്താവിനോട് ഞാൻ ചോദിച്ചപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞ ഇപ്രകാരമാണ്, അവൻ എന്നോട് പറഞ്ഞതാ, അവൻ എൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് കൺഫസ് ചെയ്താ. എന്നിട്ട് ഞാൻ എന്താ പൊട്ടിക്കാഞ്ഞെന്നറിയാമോ? അവൻ്റെ ആ ബലഹീന നാവ് വെച്ചോണ്ട് എന്നെ അനുസരിച്ചാൽ അവൻ്റെ ബലഹീനതയെ മൂടുന്ന മഹത്വം. ഇന്ന് രാത്രിയിൽ ചില ദൈവമക്കൾ ബലഹീനത പറഞ്ഞിരിപ്പുണ്ടെങ്കിൽ നീ എഴുന്നേക്ക്. കള്ള പിശാച് നമ്മളെ എവിടെങ്കിലും, എനിക്ക് സുവിശേഷം പറയാൻ ബൈക്കില്ല, എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല, എനിക്ക് സ്റ്റേജില്ല എന്ന് പറഞ്ഞ് ആരെയെങ്കിലും ദൈവമക്കളെ പിടിച്ചിരുത്തിയിട്ടുണ്ടെങ്കിൽ ഈ രാത്രി സടകുടഞ്ഞ് എഴുന്നേറ്റിട്ട് പറ, എൻ്റെ ബലഹീനത അവിടെ ഇരിക്കട്ടെ, പക്ഷെ ഞാൻ എൻ്റെ ദൈവത്തെ ഇന്ന് രാത്രി ആ വാക്കിനെ സ്വീകരിച്ച്
ആ വാക്കിന്റെ മീതെ ദൈവ സാന്നിധ്യം ചലിക്കുന്നല്ലോ. കള്ളപ്പിശാച് കെട്ടിവെച്ച എല്ലാ കെട്ടുകളും അടിയട്ടെ. നിനക്ക് പാട്ട് പാടാൻ അറിയത്തില്ലെങ്കിലും നീ ശബ്ദം ഉയർത്തിയാൽ മതി, അഭിഷേകം ചലിക്കും. നിനക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ലെങ്കിലും അത് വിശ്വസിക്കുന്നവരെ കരങ്ങളെ തട്ടി അല്പസമയം ആത്മാവിലും ദൈവത്തോട് നന്ദി പറഞ്ഞേ. ദൈവം പറഞ്ഞു, നിന്റെ ബലഹീനതയെ മൂടുന്ന മഹത്വം. ശമന ധമന 30 ലക്ഷം പേര് പറഞ്ഞാൽ സംഭവിക്കാത്തത്. വിക്കനെ, നീ എൻ്റെ വാക്കനുസരിച്ചത് കൊണ്ട് നീ സംസാരിക്കാൻ വാ തുറക്കുമ്പോൾ നിന്റെ നാവ് ബലഹീനമായിരിക്കാം, പക്ഷെ ബലഹീനത ഇല്ലാത്തൊരു മഹത്വമുണ്ട്. നിന്റെ ബലഹീനതയെ മൂടിക്കൊണ്ട് അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറയുന്നത്, എൻ്റെ ബലഹീനതയിൽ, ദൈവത്തിന് അറിയാവുന്ന ദൈവമക്കളൊന്ന് ഉരുവിട്ട്, എൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവത്തിൻ്റെ കൃപ. ഞാൻ ബലഹീനനായിരിക്കെ എൻ്റെ ബലഹീനതയെ മൂടുന്ന. ഇന്ന് രാത്രി പട്ടണത്തിലേക്ക് ദൈവസഭയിലുള്ള ചില ദൈവജനത്തെ ചിലതിനെ ദൈവം അയക്കട്ടെ. കള്ളപ്പിശാച് നിന്നെ പിടിച്ചിരുത്തിയതായിരിക്കാം. നിനക്ക് കഴിയത്തില്ലെന്ന് പറഞ്ഞ്, ആരാ പറഞ്ഞ കഴിയത്തില്ലെന്ന്? നിന്റെ ബലഹീനതയെ മൂടുന്ന. ഇന്ന് രാത്രി ദൈവജനത്തെ ദൈവമക്കളെ, ഇന്ന് രാത്രി ചിലത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, നമ്മുടെ അകത്തൊരു വലിയ തീരുമാനം ഒരിക്കൽ കൂടെ പൊട്ടി പുറപ്പെട്ടു വരട്ടെ. ഞാൻ ബലഹീനനാന്ന് പറഞ്ഞിരിക്കത്തില്ല, എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞിരിക്കത്തില്ല. നീ ദൈവത്തിൻ്റെ വാക്കിന് നീ അനുസരിച്ചാൽ, നീ ദൈവത്തിൻ്റെ വാക്കിന് നീ ചുവട് വെച്ചാൽ നിന്റെ ബലഹീനതയെ ഞാൻ 19 വയസ്സ് വരെ നാട്ടിലായിരുന്നു, കേരളത്തിലായിരുന്നു. പിന്നീടുള്ള 24 വർഷം ആകുന്നു ബാംഗ്ലൂരായിട്ട്. ബാംഗ്ലൂർ ചെല്ലുന്ന സമയത്ത് ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി ഒക്കെ തോറ്റവനാ. എനിക്ക് മലയാളം അല്ലാതെ വേറൊരു ഭാഷ അറിയത്തില്ലായിരുന്നു. എൻ്റെ ആ 19 വയസ്സുകളിൽ അവിടെ ചെല്ലുന്ന സമയത്ത് ദൈവസഭയിൽ ശുശ്രൂഷിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ആൾക്കാർ എന്നെ കളിയാക്കും. എടാ, നീ എവിടെ പോയി രക്ഷപ്പെടും? ഞാനൊരു കാര്യം കുഞ്ഞുങ്ങളോട് തുറന്നു പറയാ കേട്ടോ, നീ എവിടെ പോയി രക്ഷപ്പെടും? നിനക്ക് ഭാഷ അറിയത്തില്ല, നിനക്ക് വിദ്യാഭ്യാസം വലുതായിട്ടില്ല, പ്രീ ഡിഗ്രി തോറ്റു എന്നൊക്കെ പറഞ്ഞ് എന്നോട് പറയും. പക്ഷേ ഒരു ദിവസം, വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, നീ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ വരെ പോകണം. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്. എനിക്ക് അവിടെ ഒറ്റ ഒരാളെ പരിചയമില്ല. 2007-ലോ 2008-ലോ ആണെന്ന് തോന്നുന്നു ആ സ്ഥലത്തേക്ക് ഞാൻ പോയി. ആദ്യമേ 2006-ൽ പോയി, അത് കഴിഞ്ഞ് 2008-ലാന്ന് തോന്നുന്നു വീണ്ടും പോയി. അവിടെ ചെന്നൊരു സ്ഥലത്ത് ഹോട്ടൽ മുറി എടുത്ത് ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ഇരിക്കും. കർത്താവ് എന്നോട് അങ്ങനെ പറഞ്ഞുള്ളൂ, ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ഇരുന്നു. ചുരുക്കത്തിൽ പറയട്ടെ, ദൈവം അവിടെ വലിയൊരു വഴി തുറന്നു. അവിടുത്തെ ഭാഷ ഹിന്ദിയാണ്. എനിക്ക് ഹിന്ദി അറിയത്തില്ല, പക്ഷേ ഞാൻ പ്രീ ഡിഗ്രി അന്ന് തോറ്റവനോ. പിന്നെ രണ്ടാമത് ദൈവം എൻ്റെ വിദ്യാഭ്യാസം എല്ലാം എനിക്ക് തിരിച്ചു വന്നു. ഇത് കഴിഞ്ഞു 2ാമത്തെ പ്രാവശ്യം ഞാൻ പോകുമ്പം എന്നോട് ആൾക്കാർ ചോദിച്ചിട്ട്, ആൻഡമാനിൽ പോയിട്ട് ഹിന്ദി അറിയാതെ നീ എങ്ങനെ സംസാരിക്കും? നീ ഏത് ഭാഷ സംസാരിക്കും? പക്ഷെ ഞാൻ തീരുമാനിച്ചു, ഞാൻ എൻ്റെ കർത്താവിൻ്റെ വാക്കിനെ അനുസരിക്കുക. ഞാൻ 2ാമത്തെ പ്രാവശ്യം അവിടെ പോകുമ്പം എൻ്റെ 20കളിൽ ആൻഡമാൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറിനെ കടലിൽ സ്നാനപ്പെടുത്തിയിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. നീ ദൈവത്തിൻ്റെ വാക്കിനെ അനുസരിച്ചാൽ നിൻ്റെ ബലഹീനത ഒരു വിഷയമല്ല. നിന്റെ ബലഹീനതയെ മൂടുന്ന മഹത്വം എൻ്റെ ദൈവം ഇന്നും ചെയ്തിരിക്കും. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി ബലഹീനമായ നിന്റെ ആ വിഷയം വെച്ചുകൊണ്ട് നീ ദൈവത്തിൻ്റെ വാക്കിനെ അനുസരിച്ചിറങ്ങിയാൽ മറ്റാർക്കും പറയുമ്പോൾ സംഭവിക്കാത്ത ചില കാര്യങ്ങൾ നിന്റെ നാവിൽ കൂടെ സംഭവിച്ചിരിക്കും. മോശയോട് ദൈവം പറഞ്ഞു, വാ ഞാൻ നിന്നെ അയക്കട്ടെ. ചുരുക്കത്തിൽ അവിടെ ചുരുക്കട്ടെ, നമുക്ക് വായിച്ച വിഷയത്തിലേക്ക് വന്ന് നമുക്ക് അല്പസമയം പ്രാർത്ഥിക്കാനും കൂടെ എടുക്കാം. മോശയോട് പറഞ്ഞു, നീ പോ, ഇസ്രയേൽ മക്കളെ, ഞാൻ ഇനി ആ ഭാഗത്തുനിന്ന് അങ്ങ് മാറുക. മോശ അടുത്ത ദിവസം കയറി കേട്ടോ, നേരെ പോവാ. ആടിനെ കൊണ്ട് ഇത്രോടെ വീട്ടിൽ കൊണ്ട് കൊടുത്തു. അടുത്ത ദിവസം എല്ലാം പ്ലാൻ ചെയ്തു, നേരെ ഈജിപ്തിലേക്ക് പോവാ. ഈജിപ്തിൽ കിടക്കുന്ന ഇസ്രയേൽ ജനത്തെ ഇത്രയും നാളും ഇവർ വളർന്നത് ഇരുട്ടിൻ്റെ കീഴിലാണ്.
ഈ ജനത്തെ പറവോൻ പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം എഴുതിയിട്ടുണ്ട്, വരുവീൻ നാം ബുദ്ധിപരമായി അവരോട് പെരുമാറുക, ഇവരെ തകർത്ത് കളയുക. ബൈബിൾ എഴുതിയേക്കുന്ന കൂടെ ഇവരെ മുടിച്ചു കളയുക, പീഡിപ്പിക്കുക എന്ന് വെച്ചാൽ ഇവരെ പണി ചെയ്യിപ്പിക്കാനല്ലായിരുന്നു അവർക്ക് ഇഷ്ടം, ഇവരെ എങ്ങനെയെങ്കിലും ഇവരുടെ വർധനവിനെ തകർത്ത് കളയണം. അതുകൊണ്ട് ഈ ജനത്തെ പീഡിപ്പിക്കാൻ പറ്റുന്ന അത്രേ യഥാർത്ഥത്തിൽ ഫറവോൻ ശത്രുവിൻ്റെ പിശാചിൻ്റെ കരങ്ങളിൽ ഒരു കരുവായിരുന്നു. ഈ ജനത്തെ ഇരുട്ടിൻ്റെ അകത്തിട്ട് തകർത്ത്, ഈ ജനത്തിൻ്റെ ശരീരത്തിൽ മാത്രമല്ല ഈ ജനത്തിൻ്റെ മെൻറ്റാലിറ്റി പോലും അടിമത്തമായി പോയി, ആകപ്പാടെ തകർന്നു കിടക്കുക. ആ സ്ഥലത്താ ഒരുവനെ ദൈവം അഭിഷേകവുമായിട്ട് അങ്ങോട്ട് അയക്കുന്നത്. ഒരുവൻ്റെ മീതെ വ്യാപരിച്ച അഭിഷേകം നിമിത്തം 30 ലക്ഷം എണ്ണത്തിൻ്റെ കെട്ട് പൊട്ടിയെങ്കിൽ ഇന്ന് രാത്രി ഉയരത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി ചിലതിൻ്റെ മേൽ വ്യാപരിച്ചാൽ, ഒരുവന്റെ മീതെ വ്യാപരിച്ച ദൈവശക്തി നിമിത്തം പഴയ നിയമത്തിൽ മോശയിൽ കൂടെ 30 ലക്ഷം എണ്ണത്തിന്റെ കെട്ടിനെ ദൈവം പൊട്ടിച്ചെങ്കിൽ ഉയർപ്പിന്റെ ശക്തിയുടെ വ്യാപാരവുമായി ജീവിക്കുന്ന ദൈവവൈദ്യന്റെ ജീവിതത്തിൽ കൂടി ഞാൻ അതുകൊണ്ടാണ് വിളിച്ചു പറഞ്ഞത്, ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് മാത്രമല്ല ഈ പട്ടണം സ്വതന്ത്രമാക്കുന്ന ദൈവശക്തി, ഈ പട്ടണം സ്വതന്ത്രമാക്കുന്ന ദൈവശക്തി, നിങ്ങൾ കാലുവെക്കുന്ന ദേശം അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളത് അബ്രഹാമിനോടുള്ള അനുഗ്രഹമാകയാൽ ഇതിനകത്ത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ കരങ്ങളെ ഉയർത്തി. എന്തോ അബ്രഹാമിനോടുള്ള അനുഗ്രഹം, എനിക്കിതൊക്കെ കണക്റ്റായി പറയണമെന്നുണ്ട്. അബ്രഹാമിനോടുള്ള അനുഗ്രഹം എന്തുവാ? നിന്നാൽ ഞാൻ ഭൂമിയിലെ സകല ജാതികളെ അനുഗ്രഹിക്കും. നീ ഒന്ന് പറഞ്ഞേ, ദൈവമക്കളൊന്ന് പറഞ്ഞേ, ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുക. ദൈവവചനം നമുക്ക് ഒരുമിച്ച് ഉരുവിടാന്നേ. എനിക്കറിയാം ഇതൊരു പക്ഷേ പൊതു മീറ്റിംഗ് ആയിരിക്കാം, പക്ഷെ ദൈവമക്കളല്ലേ ഒരുമിച്ച് വന്നത്. ജീവന്റെ വചനം അങ്ങോട്ട് ഉരുവിടുക. ഈ അന്തരീക്ഷത്തിൽ കൂടെ ജീവന്റെ വചനം ചലിക്കട്ടെ, ജീവന്റെ വചനം ചലിക്കട്ടെ. നിന്നാൽ ഞാൻ ഭൂമിയിലുള്ള സകല ജാതികളെയും അനുഗ്രഹിക്കും. ഉറക്കെ പറഞ്ഞ ദൈവമക്കൾ, നീ ഒരു അനുഗ്രഹമായിരിക്കും. അതും കൊണ്ടാ കേട്ടോ അബ്രഹാമിന് ഭയങ്കര ബോധ്യമാ. അബ്രഹാം ദൈവത്തിനോട് വന്നപ്പം ദൈവം പറഞ്ഞ വേർഡ് അബ്രഹാമിനറിയാം. ഒരു സ്ഥലത്ത് വന്നപ്പം ദൈവം അബ്രഹാമിനോടുള്ള ഇടപെടി, ദൈവം അബ്രഹാമിന് ലോത്തിന്റെ ഇടയന്മാരുമായിട്ട് വഴക്കുണ്ടായപ്പോൾ അബ്രഹാം എന്ന് പറയുന്നൊരു പറച്ചിലുണ്ട്. എന്തോന്നറിയാമോ? അബ്രഹാമേ, ലോത്തെ, ദേശം മൊത്തം നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നു, നീ ഇഷ്ടമുള്ള ദേശം തിരഞ്ഞെടുത്തോ. നീ വലത്തോട്ടെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, ഞാൻ ഇടത്തോട്ട് പോക്കോളാം. നീ ഇടത്തെടുത്താൽ ഞാൻ എങ്ങോട്ട് പോക്കോളാം? ഞാൻ വലത്തോട്ട് പോക്കോളാം. ഇഷ്ടമുള്ള ദേശം എടുത്തു. അബ്രഹാമിന് എന്തോ വെളിപ്പാടെന്നറിയാമോ? ഈ ലോത്ത് എവിടെ തിരഞ്ഞെടുത്തെന്നറിയാമോ? പച്ചപ്പുള്ള ദേശം. പുള്ളി നോക്കിയപ്പോൾ നീരോട്ടമുള്ളത്. ഇതാ ദേശം, നല്ലതാ, ആടിന് പറ്റിയതാ. പക്ഷെ അബ്രഹാം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാ തിരഞ്ഞെടുത്തേ. എടാ, പച്ചപ്പുള്ള സ്ഥലം എടുത്ത് നീ അങ്ങ് പൊക്കോ, പക്ഷേ ഞാൻ ദേശം നിമിത്തമല്ല ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നത്. എൻ്റെ മേൽ കിടക്കുന്ന അനുഗ്രഹം ഞാൻ നിമിത്തം പട്ടണം അനുഗ്രഹിക്കപ്പെടും. ഈ രാത്രിയിൽ ആ അഭിഷേകം ചുമക്കുന്ന ദൈവമക്കൾ ഇവിടെ ഉണ്ടോ? ദൈവദാസന്മാരെ, ദൈവമക്കളെ, ദേശം നിങ്ങൾ നിമിത്തം, അല്ലെങ്കിൽ ദേശം നമ്മൾ നിമിത്തമല്ല അനുഗ്രഹിക്കപ്പെടുന്നത്, നിങ്ങൾ നിമിത്തം. ഇന്ന് രാത്രി മനസ്സിലാകുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തോട് നന്ദി പറഞ്ഞേ. ഈ ജീവന്റെ വചനത്തിന്റെ ശക്തി ഓഫീസ് നിമിത്തം നീ അനുഗ്രഹിക്കപ്പെടുകയല്ല, നീ നിമിത്തം. ഒന്ന് പറഞ്ഞേ ദൈവസഭ ഒന്ന് പറഞ്ഞേ, ഞാൻ നിമിത്തം പട്ടണം അനുഗ്രഹിക്കപ്പെടും. നീ ഒരു അനുഗ്രഹമായിരിക്കുമെന്ന് ദൈവം അബ്രഹാമിനോട് പറഞ്ഞ അതേ അനുഗ്രഹമാ ഈ രാത്രി ദൈവസഭയുടെ മീതെ കിടക്കുന്നത്. മടങ്ങി വരാം. ഇരുട്ടിന്റെ അകത്തിട്ട പിശാചും ഈ ജനത്തെ ഉടച്ചു കളഞ്ഞത്. ഇവരുടെ ശരീരമായി മാനസികമായി എല്ലായിടത്തും കെട്ട, കയ്യിൽ കാലുകളിൽ മാത്രമല്ലായിരുന്നു ഇസ്രായേൽ മക്കളുടെ കെട്ട്, മൊത്തം മേഖലയിലും കെട്ടായിരുന്നു. സൈക്കോളജിക്കലി പോലും കെട്ടായിരുന്നു. സൈക്കോളജിക്ക് പോലും. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് അതിനാ കല്ലെടുത്തെറിയുന്നത്. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് മോശം കെട്ടേറാ. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് ഇവരങ്ങനത്തെ ജനമാണ്. അതുകൊണ്ട് മിക്കവാറും മോശം ഏറ് കിട്ടാതിരിക്കാനാണ് പുള്ളി മേളിൽ കയറി ഇരുന്നത്. താഴെ വന്നാൽ ഇവന്മാരെല്ലാം കൂടെ എറിയുമെന്ന് അറിയാം. അതുകൊണ്ട് പുള്ളി ഉപവാസം എടുത്തുകൊണ്ട് മേളിലാണ് ഫുൾ ടൈം. ഈ ജനം അങ്ങനെ മൊത്തം തകർന്ന ജനമാണ്. ഈ ജനം അടിമത്തത്തിൽ കിടന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട് ബോർഡ് കേട്ടോ. കഠിന വേദനയാലും
കഠിനമായ അടിമത്തത്താലും ജനം മോശയുടെ വാക്ക് കേട്ടാതെ കയ്പുള്ളതായി തീർന്നു. ജനം അകത്തും കയ്പുള്ളതാ. ഇരുട്ടിൻ്റെ അകത്ത്, നിങ്ങൾ ആ ഓടൊന്ന് കേട്ടെ, ഇരുട്ടിൻ്റെ അകത്ത് ആര് വളർന്നത്? ഇസ്രായേൽ ജനം ഇത്രയും നാളും വളർന്നത്. പക്ഷേ ഇനിയത്തെ വേർഡ് ശ്രദ്ധിച്ചു കേട്ടോ. ഇന്നത്തെ വേർഡ്, ദൈവം ഓരോ ബാധകളെ മിസ്രൈമിലേക്ക് അയച്ചു. ഓരോ ബാധകളെ ഇതെല്ലാം അയച്ചു കഴിഞ്ഞിട്ട് ദൈവം പറഞ്ഞു, ഇനിയും ഒരു ബാധയും കൂടെ ഉണ്ട്. ആ ബാധ നിന്നെ തൊടാതിരിക്കാൻ ദൈവം ആദ്യത്തെ ഫീസ്റ്റ് പഠിപ്പിക്കുക. എന്ത് പഠിപ്പിക്കുക? ആദ്യത്തെ ഫീസ്റ്റ് പെസഹ. യഹൂദന് ദൈവം 7 ഫീസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലാദ്യത്തെ ഫീസ്റ്റ് പഠിപ്പിക്കുക, പെസഹ പഠിപ്പിക്കുക. പെസഹയുടെ പ്രമാണം ദൈവം കൊണ്ട് കൊടുക്കുക. എന്തോ പെസഹയുടെ പ്രമാണം എന്നറിയാമോ? നീ ഊനമില്ലാത്ത ഒരാടിനെ 10-ാം തീയതി കയറ്റി വീട്ടിൽ കെട്ടണം. ആ വേർഡുകളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എൻ്റെ ഹൃദയത്തിലുണ്ട്. ആ 10-ാം തീയതി കയറ്റി വീട്ടിൽ കെട്ടണം. 14-ാം തീയതി സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. അറുക്കുന്ന സമയത്ത് ഓരോ കുടുംബത്തിന് ഓരോ ആട് വെച്ചോണ്ടായിരിക്കണം. അതിൻ്റെ രക്തം നീ പിടിച്ച് നീ പോയി നിൻ്റെ പാർക്കുന്ന വീടിൻ്റെ കട്ടളക്കാലിന്മേലും കുറുപടിമ്പിലും ഇത് തേക്കണം. ഈ സോപ്പ് ചെടി കൊണ്ട് തേക്കണം. എന്നിട്ട് ഇതിൻ്റെ സ്കിന്നെല്ലാം എടുത്ത് ഇതിൻ്റെ ഇൻഡസ്ട്രീനെല്ലാം എടുത്തു കളഞ്ഞിട്ട് കാലും കൈകളുമൊക്കെ കഴുകി ഇതിനെ തീയിൽ ചുട്ടതായിട്ട് നീ കയ്പ് ചീരയോടും കൂടെ പുളിപ്പില്ലാത്ത അപ്പത്തോടും കൂടെ നീയും നിൻ്റെ മക്കളും അരകെട്ടി ചെരുപ്പിട്ട് വടി പിടിച്ച് തിടുക്കത്തോടെ കഴിക്കണം. ഇതാ എൻ്റെ പെസഹ. ഓ ഗോഡ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദൈവമക്കളെ ദൈവവചനം പഠിപ്പിക്കാൻ. ഞാൻ ആ വേർഡൊന്ന് പറഞ്ഞിട്ട് വരട്ടെ. എവിടെ ഇപ്പം നിൽക്കാൻ പറ്റും അവിടെ നിർത്താം. ദൈവത്തിൻ്റെ വചനത്തിൽ 7 ഫീസ്റ്റുകളുണ്ട്. 7 ഫീസ്റ്റുകൾ. ഏതൊക്കെ ഫീസ്റ്റ് എന്നറിയാം? ഒന്നാമത്തെ ഫീസ്റ്റ് പെസഹ. രണ്ടാമത്തെ ഫീസ്റ്റ് അൺലിവൻ ബ്രെഡ്. പെസഹ, അൺലിവൻ ബ്രെഡ്, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ. മൂന്നാമത്തെ ഫീസ്റ്റാണ് ഫസ്റ്റ് ഫ്രൂട്ട്, ആദ്യ ഫല കറ്റയുടെ പെരുന്നാൾ. നാലാമത്തെ ഫീസ്റ്റാണ് പെൻഡക്കോസ് ഫീസ്റ്റ്. അഞ്ചാമത്തെ ഫീസ്റ്റാണ് ട്രംപറ്റ്. ആറാമത്തെ ഫീസ്റ്റാണ് അറ്റോൺമെൻറ്റ്, മഹാപാപ പരിഹാര ബലി. ആറാമത്തെ ഫീസ്റ്റ് മഹാപാപ പരിഹാര ബലി. ഏഴാമത്തെ ഫീസ്റ്റാണ് ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ അല്ലെങ്കിൽ കൂടാര പെരുന്നാൾ. ഒരിക്കൽ കൂടെ ഞാൻ മലയാളത്തിൽ പറയാം. ഒന്ന് പെസഹ പെരുന്നാൾ, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, ആദ്യ ഫല കറ്റയുടെ പെരുന്നാൾ, പെന്തക്കോസ് പെരുന്നാൾ, കാഹളധ്വനി പെരുന്നാൾ, മഹാപാപ പരിഹാര ബലി പെരുന്നാൾ, അടുത്തത് കൂടാര പെരുന്നാൾ. ഈ 7 ഫീസ്റ്റുകളെ കുറിച്ചും ബൈബിളിൽ പ്രതിപാദിച്ചിരിക്കുന്ന അധ്യായമാണ് ലേവ്യ പുസ്തകം 23. ഏത് പുസ്തകം? എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ ദൈവമക്കളെ. ലേവ്യ പുസ്തകം 23. ലേവ്യ പുസ്തകം 23-നകത്ത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് നോക്കണം. ഞാൻ 4 കാര്യങ്ങളെ അവിടുന്ന് പഠിപ്പിക്കാം. 4 കാര്യങ്ങളെ ലേവ്യ പുസ്തകം 23-ൽ ദൈവം പഠിപ്പിച്ചേക്കുന്ന 1, 2, 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ 4 ഇൻസ്ട്രക്ഷനാണ് ദൈവം അവിടെ കൊടുത്തേക്കുന്നത്. ഈ 7 ഫീസ്റ്റുകൾക്കുള്ള, എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. 7 ഫീസ്റ്റുകൾക്കുള്ള 4 പ്രധാനപ്പെട്ട ഇൻസ്ട്രക്ഷൻ. ഒന്നാമത്തെ, ഇത് നിന്റെ പെരുന്നാളല്ല. ഇത് ആരുടെ പെരുന്നാളാ? ഇത് ദൈവത്തിൻ്റെ പെരുന്നാളാണ്. ഇറ്റ് ഈസ് എ ഫീസ്റ്റ് ഓഫ് ദ ലോഡ്. ഇത് ദൈവത്തിൻ്റെ പെരുന്നാളാണ്. നിങ്ങൾ പഠിച്ചു നോക്കിക്കോ. ഇതെൻ്റെ പെരുന്നാളാണ്. നിങ്ങളിത്, ഒന്നാമത്തെ വേർഡ് എൻ്റെ കൂടെ ഒന്ന് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞ്, ഇത് ആരുടെ പെരുന്നാളാണ്? ദൈവത്തിൻ്റെ പെരുന്നാൾ. ഇറ്റ് ഈസ് എ ഫീസ്റ്റ് ഓഫ് ദ ലോഡ്. ഇത് ദൈവത്തിൻ്റെ പെരുന്നാളാണ്. രണ്ടാമത്തെ വേർഡ്, ഇറ്റ് ഹാസ് എ അപ്പോയിൻറ്റഡ് ടൈം. ഇത് നിശ്ചയിക്കപ്പെട്ട സമയത്ത് വേണം നീ സെലിബ്രേറ്റ് ചെയ്യാൻ. നീ അതിനു വേണ്ടി മൂണിനെ നോക്കിയോണം. മൂണിൻ്റെ മൂവ്മെൻറ്റ്സ് അനുസരിച്ചാണ് നീ സെലിബ്രേറ്റ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ വേർഡ്, ഇറ്റ് ഹാസ് എ അപ്പോയിൻറ്റഡ് ടൈം. ഇത് നിശ്ചയിക്കപ്പെട്ട സമയത്ത് സെലിബ്രേറ്റ് ചെയ്യണം. മൂന്നാമത്തെ വേർഡ്, നീ ഇത് എൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യണം. യു ഹാവ് ടു സെലിബ്രേറ്റ് വിത്ത് മീ. അല്ലെങ്കിൽ ഞാൻ ഇത് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുമ്പം ഞാൻ നിൻ്റെ നടുവിൽ ഇറങ്ങി വരും. നിങ്ങളെ വേർഡ് ഓർത്തോണം. ഞാൻ പുറപ്പാട്ടിലേക്ക് പോവാ. ഒന്നാമത്തെ വേർഡ് എന്തോ? ഒന്നാമത്തെ വേർഡ് കർത്താവേ. ഒന്നാമത്തെ വേർഡ്, ഇറ്റ് ഈസ് എ ഫീസ്റ്റ് ഓഫ് ദി ലോഡ്. രണ്ടാമത്തെ വേർഡ്, ഇറ്റ് ഹാസ് എ അപ്പോയിൻറ്റഡ് ടൈം. മൂന്നാമത്തെ വേർഡ്, യു ഹാവ് ടു സെലിബ്രേറ്റ് വിത്ത് മീ. അല്ലെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ ഈ ഫീസ്റ്റിൻ്റെ അന്ന് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാ ഞാൻ നിൻ്റെ കൂടെ ഇറങ്ങി വരാം. നാലാമത്തെ വേർഡ്, ആ വേർഡിന് റൂട്ട് ലാംഗ്വേജിൽ എഴുതിയേക്കുന്ന വേർഡ് മിക്രാണ്. മിക്ര. ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്ന കോൺവക്കേഷൻ. ആ വേർഡിൻ്റെ ഒരു അർത്ഥം കേൾക്കണോ? ഇറ്റ് ഈസ് എ റിഹേഴ്സൽ. എന്തുവാ? ഒന്ന് പറഞ്ഞേ. ഒരു ഭയങ്കര അർത്ഥമുള്ളൊരു വേർഡാണ്. ഇറ്റ് ഈസ് എ
റിഹേഴ്സൽ. 4 വേർഡ് ഞാൻ പറയാൻ പോകും, ഒരിക്കൽ കൂടെ പറയാൻ പോകും വേഗത്തിൽ. ഒന്ന്, ഇറ്റ് ഈസ് എ ഫീസ്റ്റ് ഓഫ് ദ ലോർഡ്. രണ്ടാമത്തെ, ഇറ്റ് ഹാസ് എ അപ്പോയിന്റഡ് ടൈം. മൂന്നാമത്തെ വേർഡ്, യു ഹാവ് ടു സെലിബ്രേറ്റ് വിത്ത് മീ. നാലാമത്തെ വേർഡ്, ഇറ്റ് ഈസ് എ റിഹേഴ്സൽ. ഇറ്റ് ഈസ് എ റിഹേഴ്സൽ. ഇത് എഴുതപ്പെട്ട പ്രമാണം മോശയ്ക്ക് സീനായി പർവ്വതത്തിൽ വെച്ച് ദൈവം കൊടുക്കുമ്പം ഇത് അവിടെ വെച്ചാണ് കൊടുക്കുന്നത്. പക്ഷേ പുറപ്പാട് 12 ദൈവം ഇത് പറയുന്നതിനെക്കാട്ടിൽ മുമ്പ് ഈ പ്രമാണം ജനത്തെ പഠിപ്പിക്കുന്നത്. ഞാൻ ഇനി ആ വിഷയത്തിലോട്ട് വരിക. ദൈവം പറഞ്ഞു 10-ാം തീയതി ഒരാടിനെ കയറ്റി വീട്ടിൽ കെട്ടണം. ഇത് റിഹേഴ്സലാ. എൻ്റെ കൂടെ ചേർന്നൊന്ന് പറഞ്ഞേ, ഉറക്ക ദൈവസഭ പറഞ്ഞേ, ഈ ദേശം കേൾക്കട്ടെ, ഇതൊരു റിഹേഴ്സലാ. റിഹേഴ്സൽ. ഇനി 10-ാം തീയതി ആടിനെ കയറ്റി വീട്ടിൽ കെട്ടണം. 14-ാം തീയതി സന്ധ്യാസമയത്തിന് ഇറക്കണം. കട്ടളക്കാലുമേൽ കുറുമ്പടിമേൽ രക്തം തേക്കണം. അന്ന് വൈകിട്ട് ഞാൻ നിന്റെ നടുവിൽ ഫീസ്റ്റ് സെലിബ്രേറ്റ് ചെയ്യാൻ ഇറങ്ങി വരും. ഞാൻ ഇറങ്ങി വരുന്ന അന്ന് ഇത്രയും നാൾ നിന്നെ പിടിച്ചതിനെ അന്ന് ഞാൻ ന്യായം വിധിക്കുന്ന. ആട്ടുകൊറ്റൻ്റെ രക്തത്തിൻ്റെ അകത്ത് മുദ്രയിട്ടവർക്ക് വേണ്ടി തമ്പുരാൻ പഴയ നിയമത്തിൽ ഇറങ്ങി വന്നു. ഞാനൊരു ചോദ്യം ഒന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ഇനി മറക്കാതിരിക്കാൻ. ഇതൊന്ന് പിടിച്ചോളാം പാസ്റ്ററെ. ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. നോക്കിയോ, ഇത് ഈജിപ്റ്റ് ആണെന്ന് വെച്ചോ. നിങ്ങൾ മനസ്സിലാക്കാതിരിക്കാൻ ദൈവസഭ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതുകൊണ്ട് ചിലതും കാണിച്ചു നിങ്ങൾക്ക് തരാം. ഇത് ഈജിപ്റ്റ് ആണെന്ന് വെച്ചോ. ദൈവസഭ മക്കൾ മറക്കല്ലേ, ഈജിപ്റ്റിനെ റിഹേഴ്സലിൻ്റെ അന്ന് ദൈവം ഇറങ്ങി വന്നപ്പം ഈജിപ്റ്റിനെ കുലുക്കി കളഞ്ഞെന്ന. മറക്കല്ല്. പ്രസംഗിക്കാൻ വന്ന പാസ്റ്റർ പുൾപിറ്റ് കുലിക്കെന്ന് ഓർത്തെങ്കിൽ ഇത് ഓർത്തോണം കേട്ടോ. നോക്കിക്കോണം, ഈജിപ്റ്റിനെ എന്തോ ചെയ്തു പറഞ്ഞേ, ദൈവമക്കളൊന്ന് പറഞ്ഞേ, ഇളക്കിക്കളഞ്ഞു. ദൈവം ഇറങ്ങി വന്ന അന്ന് ഈജിപ്റ്റിന് നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. മരിക്കാത്തതായ ഒരു വീടുമില്ലായിരുന്നു. ആദ്യജാതന്മാരുള്ള മൃഗമാകട്ടെ, ആദിജാതനുള്ള മനുഷ്യനാകട്ടെ, മരിക്കാത്തതായ ഈജിപ്തിൽ ഒന്ന് പറഞ്ഞേ, അത് നിങ്ങളുടെ അകത്തോട്ട് കയറാൻ വേണ്ടിയാ. മരിക്കാത്തതായി ഒരു വീടുമില്ലായിരുന്നു. അവിടെ മിസ്രൈമ്യർ അവരെ രാത്രി തന്നെ നിർബന്ധിച്ചു വിട്ടു. അയ്യോ ഇവിടെ നിൽക്കല്ലേ, മിസ്രൈം മുഴുവനും നശിക്കുന്നു. എന്തു പറ്റി? മിസ്രൈമിനെ എന്തോ പറ്റി ദൈവം? നിങ്ങൾ ആ വേർഡൊന്ന് പറഞ്ഞേ. മിസ്രൈമിനെ ദൈവം വന്നപ്പോൾ ഇളക്കിക്കളഞ്ഞു. എൻ്റെ ചോദ്യം ഇതാ, എന്നോടൊരിക്കൽ പരിശുദ്ധമാ പഠിപ്പിച്ചൊരു ചോദ്യമാ. എടാ, റിഹേഴ്സലിന് വന്നന്ന് പവർ ഉണ്ടായിരുന്നോ? പറഞ്ഞേ, റിഹേഴ്സലിന് പവർ ഉണ്ടായിരുന്നോ? എന്തുവാ റിഹേഴ്സൽ? വരാൻ പോകുന്ന വലിയ ഇവന്റിന് മുമ്പേ പ്രാക്ടീസ് ചെയ്യുന്നതാ റിഹേഴ്സൽ. റിഹേഴ്സലിന് എന്തോ ഉണ്ടായിരുന്നു? പവർ ഉണ്ടായിരുന്നെങ്കിൽ മനസ്സിലാകുന്ന ദൈവമക്കളിനകത്തുണ്ടോ? ആട്ടുകൊറ്റന്റെ രക്തം റിഹേഴ്സലായിട്ട് ചെയ്തപ്പം പവർ ഉണ്ടായിരുന്നെങ്കിൽ, അന്ന് ദൈവം ഇറങ്ങി വന്നെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ റിഹേഴ്സലിന്റെ അന്നാണോ വിടുവിക്കപ്പെട്ടത്? അതോ അപ്പൊ ഒറിജിനൽ എത്ര പവർ കാണും? ഇന്ന് രാത്രി മനസ്സിലാകുന്ന ദൈവമക്കൾ ഒന്ന് ദൈവത്തോട് നന്ദി പറഞ്ഞേ. നമ്മൾ വിടുവിക്കപ്പെട്ടത് റിഹേഴ്സലിന്റെ അന്നല്ല. റിഹേഴ്സലിന് ദൈവം ഈജിപ്തിനെ ഇളക്കി കളഞ്ഞെങ്കിൽ, എടാ, ഒറിജിനലിന്റെ അന്ന് ദൈവം ആകാശത്തെയും ഭൂമിയും നരകത്തെയും തൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ രക്തത്തിൽ കൂടെ ഇളക്കി കളഞ്ഞെങ്കിൽ, ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നാം വിടുവിക്കപ്പെട്ടത് ആട്ടുകൊറ്റന്റെ രക്തത്തിലല്ല, നാം വിടുവിക്കപ്പെട്ടത് കാളകളുടെ രക്തത്തിലല്ല. സാക്ഷാൽ ഈ പട്ടണം കേൾക്കട്ടെ, ഈ പട്ടണം അറിയട്ടെ. ഈ രാത്രി കുടുംബങ്ങളുടെ അകത്ത് ഒളിഞ്ഞു കിടക്കുന്ന അന്ധകാര വ്യാപാരങ്ങൾ, അടിമത്തത്തിന്റെ വ്യാപാരങ്ങളെ, തലമുറകളെ പിടിച്ചു വെച്ച എല്ലാ ദുർവ്യാപാരങ്ങളും ഈ രാത്രി അഴിയുന്ന രാത്രിയായി തീരട്ടെ. ഈ രാത്രി ദൈവജനമേ, നിങ്ങളുടെ അകത്ത് വചനത്തിന്റെ വെളിപ്പാട് കയറട്ടെ. നാം വിടുവിക്കപ്പെട്ടത് റിഹേഴ്സലിനല്ല. റിഹേഴ്സലിന് പവർ ഉണ്ടായിരുന്നെങ്കിൽ, ആ കാര്യങ്ങളെ തട്ടി ഈ രാത്രി ചിലത് അഴിയട്ടെ. ഈ രാത്രി ദൈവജനത്തിന്റെ അകത്ത് തല ഉയർത്തി നടക്ക. കുഞ്ഞുങ്ങളെ, നീ തല ഉയർത്ത. നമ്മുടെ മേൽ വ്യാപരിക്കുന്നത് ഒരു സാധാരണ ശക്തിയല്ല, ഇതൊരു കഥയല്ല.
റീകല മൽകര രഗന ശമന. എടാ രക്തം വെളിപ്പെട്ടപ്പോ, ആട്ടുകൊറ്റന്റെ രക്തം വെളിപ്പെട്ടപ്പോ, അടിമത്തത്തിന്റെ ചെങ്ങലയെ 430 സംവത്സരത്തിന്റെ അടിമത്തത്തിന്റെ അടിവേരിനെ പിഴുതെങ്കിൽ ഒറിജിനൽ രക്തം നിന്റെ മേൽ വെളിപ്പെട്ടാൽ ഇന്ന് രാത്രി എത്രയധികം. My God. My Jesus. നമുക്ക് നിർത്താം, കൺക്ലൂഡിലേക്ക് വരട്ടെ. ഈ റിഹേഴ്സലിന്റെ അന്ന് എന്തോ ഉണ്ടായിരുന്നു പറഞ്ഞേ? പവർ ഉണ്ടായിരുന്നു. റിഹേഴ്സലിന് പവർ ഉണ്ടായിരുന്നോ ദൈവമക്കളെ? എത്ര പവർ ഉണ്ടായിരുന്നു? മിസ്രൈമിനെ ഇളക്കി കളഞ്ഞെന്നാ. മിസ്രൈമിനെ ഇളക്കി കളഞ്ഞു. ദൈവത്തിന് ആത്മാവ് ഒരിക്കൽ എന്നോട് ചോദിച്ചാൽ, എടാ റിഹേഴ്സലിന് അത്ര പവർ ഉണ്ടായിരുന്നെങ്കിൽ നൂറ്റാണ്ടുകൾ ഫീസ്റ്റുകളും യാഗങ്ങളും എല്ലാം സെലിബ്രേറ്റ് ചെയ്ത് വന്ന് നിന്ന തൻ്റെ പുത്രന്റെ രക്തത്തിന്റെ ശക്തിക്ക് ഇന്ന് രാത്രി ചില കെട്ട് പൊട്ടട്ടെ. ഇന്ന് രാത്രി കുടുംബത്തിന്റെ അകത്ത് അന്ധതയുടെ ഇഗ്നോറൻസിന്റെ പേരിൽ കയറി കൂടിയിരിക്കുന്ന കള്ളപ്പിശാച് കേക്ക് ദൈവസഭ വിളിച്ചു പറ, ദൈവദാസന്മാരെ വിളിച്ചു പറ, ഇറങ്ങിപ്പോ. ഇന്ന് രാത്രി നിന്റെ അടിവേരിനെ പിടുന്ന രാത്രിയാ. കാരണം സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു വ്യക്തിയല്ല വന്നിരിക്കുന്നത്, ഫീസ്റ്റ് സെലിബ്രേറ്റ് ചെയ്യാൻ. ഇന്ന് രാത്രി ദൈവമക്കളെ, രക്തത്തിന്റെ അകത്ത് വിടുവിക്കപ്പെട്ടവന് വേണ്ടി തേജസ് വെളിപ്പെട്ടെങ്കിൽ ഈ രാത്രി ദൈവജനത്തിനു മീതെ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ. പഴയ നിയമത്തിൽ ഉടമ്പടിയുടെ അന്ന് ദൈവജനം പുറത്തിറങ്ങിയെങ്കിൽ ആ ചേർന്ന് കണ്ണുകളെ അടച്ച് ആ കരങ്ങളെ തട്ടി ദൈവത്തോട് നന്ദി പറഞ്ഞേ. കൗടവനന്ദ പ്രൗഢിക്കാനം സൈനം മാനം ലിഗലന്ദ ശൈതം മാനം വേഗൽ കരകം താമിനി ഘട്ടം പ്രൗഢകനാദം. വായ്കളെ തുറക്ക, ആത്മാവിൽ സംസാരിക്കുക, ആത്മാവിൽ സംസാരിച്ചേ. Ribanam shabalam dhunadira manakshagala dhunarakshagalam dhunadira manakshagalamde Rabalam dhunadira manam shabalam dhunabala lakshagala dhunarakshagaladare Ribanam shabala dhunarakshagalam dhunadira manam shabalam dhunadira manalakshagalat ആരാധിക്കുക Ribanam shabalam dhunabala balakshadere Ribanam shabalam ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന രാത്രിയോ, ഇറങ്ങി വരുന്ന രാത്രി മാത്രമല്ല, ഈ രാത്രിയിൽ നിന്നെ അന്ധകാരത്തിന്റെ അകത്ത് വളർന്ന നിന്നെ ഇന്ന് രാത്രി തൊട്ട് തേജസ്സിന്റെ സാന്നിധ്യത്തിന്റെ അകത്തേക്ക് കയറ്റുക. തേജസ്സിന്റെ സാന്നിധ്യം. പുറപ്പാട് 13 പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണും. ഇന്ന് വരെ ഇരുട്ടിന്റെ അകത്ത് നീ വളർന്നേ. ഇന്ന് രാത്രി തൊട്ട് നിന്നെ നിങ്ങളുടെ മേലൊരു ആത്മീയാഭിഷേകം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഫറവോന് ഞാനിനി അടിമയല്ല, പരമശിയോനിൽ ഞാൻ അന്യനല്ല, പരമശിയോനിൽ ഞാൻ അന്യനല്ല. ഫറവോന് ഞാനിനി അടിമയല്ല, ഫറവോന് ഞാനിനി അടിമയല്ല, പരമശിയോനിൽ ഞാൻ അന്യനല്ല, പരമശിയോനിൽ ഞാൻ അന്യനല്ല. സങ്കടങ്ങൾ ശകരാവും പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. ഫറവോന് ഞാനിനി അടിമയല്ല, ഫറവോന് ഞാനിനി അടിമയല്ല, പരമശിയോനിൽ ഞാൻ അന്യനല്ല,
പരാമർശിയോനിൽ ഞാൻ അന്യനല്ല. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. കുഞ്ഞാട്ടിന്റെ വിലയേറിയ ദിനത്തിൽ, കുഞ്ഞാട്ടിന്റെ വിലയേറിയ ദിനത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ, മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. മാറായെ മധുരമാക്കി ചീർക്കുമവേ, മാറായെ മധുരമാക്കി ചീർക്കുമവേ. പാറയെ പിളർന്നു ദാഹം പോക്കുമവൻ, പാറയെ പിളർന്നു ദാഹം പോക്കുമവൻ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. അവേ ആനന്ദമേ പരമാനന്ദമേ, ഓ ആനന്ദമേ പരമാനന്ദമേ. കാരാൻ ജീവിതം എനിക്ക് ആനന്ദമേ, കാരാൻ ജീവിതം എനിക്ക് ആനന്ദമേ. ഓ ആനന്ദമേ പരമാനന്ദമേ, ഓ ആനന്ദമേ പരമാനന്ദമേ. കാരാൻ ജീവിതം എനിക്ക് ആനന്ദമേ, കാരാൻ ജീവിതം എനിക്ക് ആനന്ദമേ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ഓ ഫറവോന് ഞാൻ ഇനി അടിമയല്ല, ഫറവോന് ഞാൻ ഇനി അടിമയല്ല. പരാമർശിയോൻ ഞാൻ അന്യനല്ല, പരാമർശിയോൻ ഞാൻ അന്യനല്ല. ഓ ഫറവോന് ഞാൻ ഇനി അടിമയല്ല, ഫറവോന് ഞാൻ അടിമയല്ല. പരാമർശിയോനിൽ ഞാൻ അന്യനല്ല, പരാമർശിയോനിൽ ഞാൻ അന്യനല്ല. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. മരുവിലൻ ദൈവം എനിക്കധിപതിയെ, മരുവിലൻ ദൈവം എനിക്കധിപതിയെ. ചരുമവൻ പുതുമന്നാതു മതിയെ, ചരുമവൻ പുതുമന്നാതു മതി. ഓ മരുവിലൻ ദൈവം എനിക്കധിപതിയെ, മരുവിലൻ ദൈവം എനിക്കധിപതിയെ. ചരുമവൻ പുതുമന്നാതു മതിയെ, ചരുമവൻ പുതുമന്നാതു മതി. ഓ എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. മനോഹരമായ കനാൻ ദേശമേ, മനോഹരമായ കനാൻ ദേശമേ. അതെനിക്കഴിയാത്തൊരവകാശമേ, അതെനിക്കഴിയാത്തൊരവകാശം. ഓ മനോഹരമായ കനാൻ ദേശമേ, മനോഹരമായ കനാൻ ദേശമേ. അതെനിക്കഴിയാത്തൊരവകാശമേ, അതെനിക്കഴിയാത്തൊരവകാശമേ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ഓ ഫറവോന് ഞാൻ ഇനി അടിമയല്ല, ഫറവോന് ഞാൻ ഇനി അടിമയല്ല. പരാമർശിയോനിൽ ഞാൻ അന്യനല്ല, പരാമർശിയോനിൽ ഞാൻ അന്യനല്ല. ഓ ഫറവോന് ഞാൻ ഇനി അടിമയല്ല, ഫറവോന് ഞാൻ ഇനി അടിമയല്ല. പരാമർശിയോനിൽ ഞാൻ അന്യനല്ല, പരാമർശിയോനിൽ ഞാൻ അന്യനല്ല. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ
പരിശുദ്ധാത്മാവിന്റെ നദികൾ ഒഴുകുക. ഞാൻ ആത്മാവിൽ കാണുക. പരിശുദ്ധാത്മാവിന്റെ നദി ഇതിനകത്തോട് ഒഴുകുക. നിന്റെ ഗതിയെ മാറ്റുന്ന, നിന്റെ ബലഹീനത ഒരു പ്രശ്നമല്ല. നിന്റെ ബലഹീനത ഒരു പ്രശ്നമല്ല. ഈ രാത്രിയിൽ ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ നിന്നെ എവിടൊക്കെ പിടിച്ചു കെട്ടിയിട്ടുണ്ടോ അതിനെ മൊത്തം കൊടഞ്ഞു കളയുന്ന ആത്മശക്തിയുടെ വ്യാപാരങ്ങൾ ദൈവജനം മുന്നോട്ട് കുതിക്കട്ടെ. ദൈവജനം മുന്നോട്ട് കുതിക്കട്ടെ. കുടുംബങ്ങൾ കുടുംബങ്ങളായി മുന്നോട്ട് കുതിക്കട്ടെ. അഗ്നിയുടെ അഭിഷേകം, അഗ്നിയുടെ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇറങ്ങി വന്ന കൊടിയ കാറ്റ് എവിടെ പോയാലും അവിടെ നിന്നെ തേടി വരുന്ന സ്വർഗ്ഗം, വിളിയുള്ളവനെ തേടി വരുന്ന സ്വർഗ്ഗം, ഈ രാത്രി വിളിയുള്ളതിനെ കർത്താവിന്റെ വേലയ്ക്കായി ചിലതിനെ ഇറക്കുന്ന ദൈവശക്തി ഈ രാത്രി ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി ചിലതിന്റെ ഗതിയെ മാറ്റാൻ പോവാ. ഇന്ന് രാത്രി ഒരു അഭിഷേകത്തിന്റെ പകർച്ച ആഗ്രഹിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ മുമ്പിലോട്ട് ഓടി വരാമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. എന്റെ മീതെ ഒരു അഭിഷേകത്തിന്റെ പകർച്ച വേണം. എന്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത പല തീരുമാനങ്ങളുടെ മീതെ എന്റെ മീതെ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ പകർച്ച വേണം. എങ്കിലേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഓടി മുമ്പിലോട്ട് പോവാ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ചേർന്ന് ഈ പാട്ടുകൾ വീണ്ടും പാടാൻ വേണ്ടി പോകുക. ഇന്ന് രാത്രി ചേർന്ന് അഭിഷേകത്തെ കൊതിക്കുന്ന പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വാ. ഇന്ന് രാത്രി നീ കർത്താവിന് വേണ്ടി ചുവട് വെക്ക. നിന്റെ വിക്ക് ഒരു പ്രശ്നമല്ല. നിന്റെ വിക്ക് ഒരു പ്രശ്നമല്ല. നിന്റെ യോഗ്യത നോക്കിയ ഒരു യോഗ്യത ഒരു പ്രശ്നമല്ല. തമ്പുരാന് നിന്നെയാ വേണ്ടിയത്. ഇന്ന് രാത്രി ഉള്ളിൽ ദൈവാത്മാവ് തോന്നിക്കുന്നുണ്ടെങ്കിൽ നീ അവിടെ നിൽക്കല്ല. നിന്റെ സ്ഥാനങ്ങളെ വിട്ട് നീ ഓടിവാ. വീണ്ടും ഈ പാട്ട് പാടി യൗവനക്കാരുടെ മീതെ ആനന്ദമേ പരമാനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ, ജീവിത
സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ ഫറവോന് ഞാനിനി ഫറവോന് ഞാനിനി അടിമയല്ല. ഫറവോന് ഞാനിനി അടിമയല്ല. പരാമർശിയോൻ ഞാൻ അന്യനല്ല. പരാമർശിയോൻ ഞാൻ അന്യനല്ല. അവൻ ഫറവോന് ഞാനിനി അടിമയല്ല. ഫറവോന് ഞാനിനി അടിമയല്ല. പരാമർശിയോൻ ഞാൻ അന്യനല്ല. പരാമർശിയോൻ എൻ സകലങ്ങൾ സകലവും എൻ സകലങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ കുഞ്ഞാട്ടിന്റെ വിലയേറിയ കുഞ്ഞാട്ടിന്റെ വിലയേറിയ നിനച്ചിൽ കുഞ്ഞാട്ടിന്റെ വിലയേറിയ നിനച്ചിൽ മറന്നു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ മറന്നു ഞാൻ കുഞ്ഞാട്ടിന്റെ വിലയേറിയ കുഞ്ഞാട്ടിന്റെ വിലയേറിയ നിനച്ചിൽ കുഞ്ഞാട്ടിന്റെ വിലയേറിയ നിനച്ചിൽ മറന്നു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ മറന്നു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ മനോഹരമായ മനോഹരമായ കനാൻ ദേശമേ മനോഹരമായ കനാൻ ദേശമേ അതേ എനിക്ക് അഴിയാത്തൊരവകാശമേ അതേ എനിക്ക് അഴിയാത്തോ മനോഹരമായ മനോഹരമായ കനാൻ ദേശമേ മനോഹരമായ കനാൻ ദേശമേ അതേ എനിക്ക് അഴിയാത്തൊരവകാശമേ അതേ എനിക്ക് അഴിയാത്തോ എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ മരുവിലൻ ദൈവം എനിക്ക് അധിപതിയെ മരുവിലൻ ദൈവം എനിക്ക് അധിപതിയെ തരും അവൻ പുതുമന്ന അത് മതിയെ തരും അവൻ പുതുമന്ന മരുവിലൻ ദൈവം എനിക്ക് അധിപതിയെ മരുവിലൻ ദൈവം എനിക്ക് അധിപതിയെ തരും അവൻ പുതുമന്ന അത് മതിയെ തരും അവൻ പുതുമന്ന ഓ എൻ സങ്കടങ്ങൾ സകലം തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ മാറയ മധുരമാക്കി തീർത്തുമവേ മാറായ മധുരമാക്കി തീർത്തുമവേ പറന്നു ദാഹം പോക്കുമവൻ പറന്നു മാറയ മധുരമാക്കി തീർത്തുമവേ മാറായ മധുരമാക്കി തീർത്തുമവേ പറന്നു ദാഹം പോക്കുമവൻ പറന്നു ദാഹം പോക്കും ഓ എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ ആനന്ദമേ ആനന്ദമേ പരമാനന്ദമേ ആനന്ദമേ പരമാനന്ദമേ കനാൻ ജീവിതം എനിക്ക് ആനന്ദമേ കനാൻ ജീവിതം എനിക്ക് ആനന്ദമേ ഓ ആനന്ദമേ പരമാനന്ദമേ ഓ ആനന്ദമേ പരമാനന്ദമേ കനാൻ ജീവിതം എനിക്ക് ആനന്ദമേ കനാൻ ജീവിതം എനിക്ക് ആനന്ദം ഓ എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ ഫറവോന് ഞാനിനി അടിമയല്ല ഫറവോന് ഞാനിനി അടിമയല്ല പരാമർശിയോന് ഞാൻ അന്യനല്ല പരാമർശിയോന് ഫറവോന് ഞാനിനി അടിമയല്ല ഫറവോന് ഞാനിനി അടിമയല്ല പരാമർശിയോന് ഞാൻ അന്യനല്ല പരാമർശിയോ എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ കുഞ്ഞാട്ടിന്റെ വിലയേറിയ നീളച്ചിൽ കുഞ്ഞാട്ടിന്റെ വിലയേറിയ നീളച്ചിൽ
മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട കുഞ്ഞാടിന്റെ വിലയേറിയ നീളത്തിൽ കുഞ്ഞാടിന്റെ വിലയേറിയ നീളത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ എന്നെ കടന്നു പോയി സംഹാരദൂതൻ എന്നെ കടന്നു പോയി അവൻ സങ്കടങ്ങൾ സംഹാരദൂതൻ എന്നെ കടന്നു മാറയെ മധുരമാക്കി ആവശ്യമുള്ളവർ അഭിഷേകത്തിന്റെ നിലവിൽ ദൈവത്തിന്റെ ദാസന്മാർ ശുശ്രൂഷിക്കുകയാണ്. ആവശ്യമുള്ളവർ വേഗത്തിൽ 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 വിമാനാവേശം തേറുകതേ വിമാനാവേശം തേറുകതേ കുഞ്ഞാട്ടിന്റെ വിലയേറിയ കുഞ്ഞാട്ടിന്റെ അധികാരമുള്ള നാമത്തിൽ യുവാക്കന്മാരുടെ മേൽ ദൈവസഭയിലെ യുവതികളുടെ മേൽ ഒരു പുത്തൻ അഭിഷേകം ഇന്ന് രാത്രി ദൈവാത്മാവ് പകരുകയാണ്. ശാപത്തിന്റെ കെട്ടുകൾ ഇന്ന് രാത്രി ദൈവം അഴിക്കുകയാണ്. ഭവനത്തിന്റെ അകത്ത് തലമുറകളുടെ മേൽ വ്യാപരിച്ച് ശാപത്തിന്റെ കെട്ടുകൾ ഇന്ന് രാത്രി അഴിയുകയാണ്. നാളുകളോ വ്യാപരിച്ച ശാപത്തിന്റെ കെട്ടുകൾ കുട്ടയാധിപത്യങ്ങൾ ഇന്ന് രാത്രി അഴിയുകയാണ്. കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കുന്നു. പർവ്വതങ്ങളെ മുട്ടാടുകളെ പോലെ തുള്ളിക്കുന്നവൻ ആഴിക്കവറ്റ സാരമണൽ കൊണ്ട് വന്നവൻ ഇരുന്നവൻ ഇരിക്കേണ്ടുന്നവൻ ഇന്ന് രാത്രി ഓഡിറ്റോറിയത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുകയാണ്. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന അളവറ്റ ദൈവകൃപ ഇന്ന് രാത്രി വ്യാപരിക്കുന്നു. ശിവന്റെ അധികാരമുള്ള നാമത്തിൽ അധികാരമുള്ള നാമത്തിൽ അധികാരമുള്ള നാമത്തിൽ അധികാരമുള്ള
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി തല ദൈവജനം വീട്ടിൽ പോയാലും, ഇന്ന് രാത്രി ഈ മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ പോയാലും, ഇന്ന് രാത്രി ദൈവശക്തിയുടെ വ്യാപാരം നിന്നെ തൊട്ടുകൊണ്ടിരിക്കാൻ പോകും. ഇന്ന് രാത്രി ദൈവമക്കളെ ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ? ഒരു വ്യക്തിയെങ്കിലും ഉണ്ടോ? എനിക്കറിയാം, ഞാൻ ദൈവസഭയോട് സംസാരിക്കുന്നതെന്നറിയാം. ഇതുവരെ കർത്താവിൻ്റെ കൽപ്പനയായ സ്നാനം ഞാൻ സ്വീകരിച്ചിട്ടില്ല, എനിക്ക് സ്നാനപ്പെടണം എന്ന് പറയുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങളുടെ കരങ്ങൾ ഉയർത്താം. എനിക്ക് സ്നാനപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. യേശുവിൻ്റെ മരണത്തോട് അടക്കത്തോട് ഏകീഭവിക്കാൻ, അവൻ്റെ മരണ പുനരുത്ഥാനത്തോട് ഏകീഭവിക്കാൻ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്താം. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങളോടൊപ്പം, കുഞ്ഞുങ്ങളെ നിങ്ങൾ കരങ്ങൾ താത്തിട്ടു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓരോ ഓൾട്ടർ കോൾ കൂടെ തരാൻ വേണ്ടി ആഗ്രഹിക്കുക. എനിക്ക് എൻ്റെ കർത്താവിൻ്റെ വേല ചെയ്യണം. ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കും. എനിക്ക് ജീവിക്കാനല്ല, എനിക്ക് കർത്താവിന് വേണ്ടി മരിക്കണം. കേട്ടോ, എനിക്ക് ജീവിക്കാനല്ല, കർത്താവിന് വേണ്ടി രക്തസാക്ഷിയാകേണ്ടി വന്നാൽ രക്തസാക്ഷിയാകണം എന്ന് പറയാൻ ചങ്കൂറ്റമുള്ളവരോ അങ്ങനെ വിളിയുള്ളവരോ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കരങ്ങളെ ഉയർത്തും. അങ്ങനെ ആഗ്രഹമുള്ളവർ വാ, നിങ്ങൾ കൂടെ ഓടി വാ, ഫ്രണ്ടിലോട്ട് വാ. ഈ കുഞ്ഞുങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാൻ പോകും. ഞാൻ വിളിക്കുന്നത് ജീവിക്കാനല്ല, ജീവിക്കാനല്ല, ജീവിക്കാനല്ല. ഈ തേജസ്സിന്റെ സുവിശേഷവുമായി ഇരുട്ട് നിറഞ്ഞ സ്ഥലത്ത് പോകാൻ, എൻ്റെ കർത്താവിന് വേണ്ടി മരിക്കേണ്ടി വന്നാൽ പോലും, എൻ്റെ ജീവൻ കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കാൻ ദൈവസഭയോട് റിക്വസ്റ്റ് ചെയ്യാം. നിങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ നേരെ കണ്ണുകളെ അടച്ച് കരങ്ങളെ നീട്ടി ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചത് ദൈവസഭയുടെ കുഞ്ഞുങ്ങൾ. എൻ്റെ കർത്താവേ, ദൈവസഭയെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചേ. ഈ കരങ്ങളെ മുൻപേ വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ കരങ്ങളെ നീട്ടി ഒന്ന് അനുഗ്രഹിച്ച് എല്ലാ ദൈവവൃത്യന്മാരും ഞാൻ റിക്വസ്റ്റ് ബ്ലെസ് ചെയ്ത് കർത്താവേ, കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇവർ അങ്ങെടുത്ത മുമ്പിലെടുത്ത തീരുമാനം കർത്താവേ, മറ്റാരും കണ്ടില്ലെങ്കിലും സ്വർഗം ഇന്ന് അതിന്റെ മേൽ മുദ്ര വെക്കണമേ, മുദ്ര വെക്കണമേ, മുദ്ര വെക്കണമേ, മുദ്ര വെക്കണമേ. ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ദൈവസഭയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവേ, സ്നാനപ്പെടുവാൻ അങ്ങയ്ക്ക് വേണ്ടി ജീവിതം തരുവാൻ സമർപ്പിച്ചു ഈ ഓരോ മക്കളെയും എൻ്റെ ഉടയവനായ യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇവരൊരു അനുഗ്രഹമാകട്ടെ, ഇവരൊരു അനുഗ്രഹമാകട്ടെ. കർത്താവിന്റെ തിരുശക്തി ഇവിടെ മേൽ പകരണമേ. അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായി ഈ കുഞ്ഞുങ്ങളെ ഉപയോഗിച്ചാട്ടെ, ഈ വ്യക്തികളെ ഉപയോഗിച്ചാട്ടെ. മഹത്വമെല്ലാം ഞങ്ങൾ കർത്താവ് അർപ്പിക്കുന്നു. ഒരിക്കൽ കൂടെ ദൈവസഭയെ അനുഗ്രഹിക്കുന്നു. തിരുപാദത്തിൽ ഞങ്ങൾ വരുന്ന അങ്ങ് പകർന്ന മഹത്വത്തിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ, ചേർന്ന് കരങ്ങളെ അടിച്ച എല്ലാ മഹത്വവും കർത്താവിന് മാത്രം അർപ്പിച്ചു. ആമേൻ.